Good morning. Good morning, ma'am. ഓക്കെ, ഇന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല അല്ലെ? ഓക്കെ, നാളെയാണ് എന്റെ അവർ വരുന്നത്. അപ്പൊ ഇന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കയറിയിട്ടാണ്. സോ ലീവാണ്, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, കുഴപ്പമില്ലല്ലോ? ഓക്കെ ആണോ? ഓക്കെ, ഗുഡ് മോർണിംഗ്. ഇന്ന് സോളിനിസേ പെട്ടെന്ന് ഒരു അർജന്റ് ലീവ് വന്നു, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കയറിയത്. ഓക്കെ, അപ്പം നമുക്ക് ഇന്ന് ആംബുലൻസിന്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് എടുക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്ത ബ്ലഡ് ബാങ്ക്, അതുപോലെ തന്നെ ഡയാലിസിസ് ഒക്കെ വന്ന മുൻവർഷ ചോദ്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. കുറച്ച് ഭാഗങ്ങളെ ആംബുലൻസിന്റെ എടുക്കുന്നുള്ളൂ. ഞാനും അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ് കയറേണ്ടി വന്നത്. അപ്പൊ കുറച്ച് പോർഷൻസ് എടുത്തിട്ട് നമുക്ക് മുൻ വർഷങ്ങളിൽ ബ്ലഡ് ബാങ്കിന് അതുപോലെ ഡയാലിസിസ് നമുക്ക് മുൻ വർഷങ്ങളിൽ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസുകൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അങ്ങനെ ചെയ്യാം ക്ലാസ് കേട്ടോ. പിന്നെ എങ്ങനെയുണ്ട്, മഴയൊക്കെ ഉണ്ടോ അവിടെ? മഴയൊക്കെ ഉണ്ടോ? മഴയുണ്ട് അല്ലെ? കാരണം ഇന്ന് ആൾക്കാർ കുറവാണല്ലോ മൊത്തത്തിൽ. എന്ത് പറ്റി? നല്ല മഴയുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ, ശരി. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ഓൾ മ്യൂട്ട് കൊടുക്കാണ് കേട്ടോ. ആംബുലൻസ് സർവീസിന്റെ നമ്മൾക്ക് കഴിഞ്ഞ ക്ലാസ്സിലെ നെറ്റിന്റെ പ്രശ്നം കാരണം കൊണ്ട് കുറച്ച് ഭാഗം നമ്മുടെ മിസ്സായത്. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് കുറച്ച് കോമ്പൻസേറ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഞാൻ ഓൾ മ്യൂട്ട് കൊടുക്കാണ് കേട്ടോ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് നമ്മള് ആംബുലൻസ് സർവീസിനകത്ത് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഓക്കെ, നമ്മള് പാസീവ് വിഷ്വൽ വാർണിംഗ്സിനെ കുറിച്ച് പറഞ്ഞു അല്ലെ? എക്യുപ്മെന്റ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ഓർമ്മയുണ്ടോ അതൊക്കെ? കുറച്ച് എക്യുപ്മെന്റ്സുകൾ നമ്മൾ പറഞ്ഞിരുന്നു. 2-way റേഡിയോ, ഓക്കെ, ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? 2-way റേഡിയോ. പിന്നെ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? മൊബൈൽ ഡാറ്റ ടെർമിനൽ, പിന്നെ CCTV. ഓക്കെ, CCTV പറഞ്ഞിരുന്നു. ടെയിൽ ലിഫ്റ്റ് ഓഫ് റാമ്പിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ട്രോമ ലൈറ്റിങ്, AC, പിന്നെന്താണ്? ഡാറ്റ റെക്കോർഡ്സ്. ഇത്രയും എക്യുപ്മെന്റ്സിനെ കുറിച്ച് നമ്മൾ പരിചയപ്പെട്ടു അല്ലെ? അപ്പൊ പിന്നെ നമ്മൾ കണ്ടത് എന്താണ്? വാർണിംഗ്സ് ആണ് അല്ലെ? ആക്റ്റീവ് ആയിട്ടുള്ള വിഷ്വൽ വാർണിംഗ്സ് ഉണ്ട്, പാസീവ് ആയിട്ടുള്ള വിഷ്വൽ വാർണിംഗ്സ് ഉണ്ട്, ഓഡിബിൾ വാർണിംഗ്സ് ഉണ്ട്. അങ്ങനെ നമ്മൾ മൂന്നായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അല്ലെ? ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ്സ്, പാസീവ് വിഷ്വൽ വാർണിംഗ്സ്, ഓഡിബിൾ വാർണിംഗ്സ്. അതിനകത്ത് നമ്മൾ ആദ്യം കണ്ടത് എന്തായിരുന്നു? പാസീവ് വിഷ്വൽ വാർണിംഗ്സ് ആണ് നമ്മൾ കണ്ടത് അല്ലെ? അതിനകത്ത് പാസീവ് വിഷ്വൽ വാർണിംഗ്സ് എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? എന്താണ്? പെയിന്റ് ആണ് അല്ലെ? അതിലടിച്ചിരിക്കുന്ന കളറിന്റെ കോമ്പിനേഷൻ ആണ് അവിടെ നമ്മൾ പാസീവ് വിഷ്വൽ വാർണിംഗ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ അവിടെ ഉപയോഗിക്കുന്ന സിംബലുകൾ അല്ലെ? പ്രതീകങ്ങൾ നമ്മൾ കണ്ടിരുന്നു. സ്റ്റാർ ഓഫ് ലൈഫ് എന്ന് പറയുന്ന ഒരു സിംബലിനെ കുറിച്ച് പറഞ്ഞിരുന്നു അല്ലെ? പിന്നെ റെഡ് ക്രോസ് സിംബൽ നമ്മൾ കണ്ടു, റെഡ് ക്രസന്റ് സിംബൽ നമ്മൾ കണ്ടു, പിന്നെ മാൾട്ടീസ് ക്രോസ് അല്ലെ? മാൾട്ട പോലുള്ള രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്ന സിംബൽസ് നമ്മൾ പരിചയപ്പെട്ടു അല്ലെ? ഓക്കെ ആണല്ലോ. പിന്നെ നമ്മൾ കണ്ടത് എന്തായിരുന്നു? ഒരു മിനിറ്റ് കേട്ടോ. സ്ക്രീൻ കാണുന്നില്ലേ ഇപ്പൊ? നമ്മൾ ഈ ഒരു സിംബലുകളാണ് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് അല്ലെ? സ്റ്റാർ ഓഫ് ലൈഫ്, ഓക്കെ. പിന്നെ കണ്ടത് റെഡ് ക്രോസ് ആണ്, റെഡ് ക്രസന്റ് ആണ്, മാൾട്ടീസ് ക്രോസ് ആണ്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ റെഡ് ക്രസന്റ് അല്ലെ? റെഡ് ക്രസന്റ് എന്ന് പറയുന്ന സിംബല് എങ്ങനെയുള്ള രാജ്യങ്ങളിലാണ് ഉപയോഗിക്കുന്നത്? ഒന്ന് പറയാമോ?
റെഡ് ക്രസന്റ് എന്ന് പറയുന്ന സിമ്പല് നമ്മൾ ഏത് കൺട്രീസിലാണ്? ഓക്കെ, അറബിക് മീൻസ് ഇസ്ലാമിക് കൺട്രീസിൽ യൂസ് ചെയ്യുന്നതാണ് റെഡ് ക്രസന്റ് എന്ന് പറയുന്ന സിമ്പല് അല്ലെ. അതുപോലെ തന്നെ മാൾട്ടീസ് ക്രോസ്, ഓക്കെ കറക്റ്റ് ആണ് കേട്ടോ, ഇസ്ലാമിക്. മാൾട്ടീസ് ക്രോസ് ഏത് കൺട്രീസിലാണ് മാൾട്ടീസ് ക്രോസ്? മാൾട്ട, ഓക്കെ മാൾട്ട, അതെ മാൾട്ട പോലുള്ള രാജ്യങ്ങൾ ഉപയോഗിക്കുന്നതാണ് മാൾട്ടീസ് ക്രോസ് അല്ലെ. പിന്നെ സ്റ്റാർ ഓഫ് ലൈഫിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. 6 പോയിന്റഡ് ആയിട്ടുള്ള സ്റ്റാർസ് ആണ് അവിടെ വന്നേക്കുന്നത് അല്ലെ. അപ്പൊ അതിന് നടുക്കുള്ളതാണ് ഇത് സ്റ്റാഫ് ആൻഡ് സ്നേക്ക് ലോഗോ അല്ലെ. സ്റ്റാഫ് ആൻഡ് സ്നേക്ക് ലോഗോ ഞാൻ പറഞ്ഞിരുന്നു, അത് നമ്മുടെ ഗോഡ് ഓഫ് മെഡിസിൻ എന്നറിയപ്പെടുന്ന അസ്ക്ലിപ്പിയസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സിംബൽ ആണ് കേട്ടോ. അസ്ക്ലിപ്പിയസ് എന്ന് പറയപ്പെടുന്നത് ആരാണ്? ഗോഡ് ഓഫ് എന്താ പറയാ മെഡിസിൻ ആണ് കേട്ടോ. മെഡിസിന്റെ ദൈവം എന്നറിയപ്പെടുന്നത് ഓക്കെ ഗ്രീക്ക് ആണ്. അപ്പൊ അദ്ദേഹത്തിനോടുള്ള ആ ഒരു സിംബൽ ആണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞിരുന്നു അന്ന് സ്നേക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? സ്നേക്ക് അതിന്റെ ഉറപ്പൊഴിക്കും അല്ലെ. അതെന്ന് പറയുന്നത് റീബർത്ത് അല്ലെങ്കിൽ റീജനറേഷനെയാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? സ്റ്റാഫ് എന്നാണ് അതിനെ പറയാ കേട്ടോ. സ്റ്റാഫ് എന്ന് പറയുന്നത് ജീവനക്കാരൻ എന്നുള്ള സ്റ്റാഫ് അല്ല, എന്താണ് കുത്തിപ്പിടിക്കുന്ന മൂന്നുപടി എന്നൊക്കെ പറയില്ലേ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. സ്റ്റിക്ക്. അപ്പോൾ നമ്മൾ അത്തരം കാര്യം അതെന്തിനെ സൂചിപ്പിക്കുന്നത്? മെഡിക്കൽ ആൻഡ് ഹീലിംഗിനെയാണ്. ഓക്കെ കുമാരൻ കറക്റ്റ് ആണ് കേട്ടോ. മെഡിക്കൽ ആൻഡ് ഹീലിംഗിനെയാണ് ഉദ്ദേശിക്കുന്നത്. സ്നേക്ക് ഉദ്ദേശിക്കുന്നത് എന്താണ്? റീബർത്ത് അഥവാ റീജനറേഷൻ ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണെന്ന് പറഞ്ഞത്. പിന്നെ റെഡ് ക്രോസ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടിലെ ആംബുലൻസസ് ഒക്കെ കാണാൻ പറ്റുന്ന ഒരു സിംബൽ ആണ് കേട്ടോ. അപ്പൊ ഇതൊക്കെ എന്താണ്? പാസീവ് ആയിട്ടുള്ള വിഷ്വൽ മാർക്കിങ്സ് ആണ്. പിന്നെ നമ്മൾ കണ്ടത് ബാറ്റൻബർഗ് മാർക്കിങ്സ് ആണ്. അതെന്താണ്? പാറ്റേൺ ഓഫ് ഹൈ വിസിബിലിറ്റി മാർക്കിങ്സ് ആണ് അല്ലെ. ഇത് സാധാരണ പല കോമ്പിനേഷൻ ഉണ്ട്. റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ഉണ്ട്, യെല്ലോ, അതുപോലെ തന്നെ ഇതിലിപ്പോ കാണിച്ചിരിക്കുന്നത് യെല്ലോ ഗ്രീൻ കോമ്പിനേഷൻസ് ആണ്. ഓക്കെ, ഇതെല്ലാം തന്നെ എന്താണ്? പാസീവ് ആയിട്ടുള്ള വിഷ്വൽ വാർണിങ്സ് ആണ്. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ പാസീവ് വിഷ്വൽ വാർണിങ്സ് എന്ന് പറയുമ്പോൾ ആ സിംബൽസുകള് അതുപോലെ അതിൽ ഉൾപ്പെടുന്ന പെയിന്റുകളൊക്കെയാണ് ഉദ്ദേശിച്ചത്. പക്ഷെ ഇന്നത്തെ കാലത്ത് പെയിന്റുകളല്ല യൂസ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു റിട്രോ റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള സ്ട്രിപ്സുകളാണ് അവിടെ യൂസ് ചെയ്യുന്നത്. റിട്രോ റിഫ്ലക്റ്റീവ് ആകുമ്പോൾ എന്താണ് പ്രത്യേകത? ഈ കാറിൽ നിന്ന് അല്ലെങ്കിൽ ടോർച്ചിൽ നിന്നും ഒക്കെ പ്രകാശം അടിക്കുമ്പോൾ അത് തിരിച്ചെന്ത് ചെയ്യും? അതിനെ റിഫ്ലക്ട് ചെയ്യും. അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും. പക്ഷെ പെയിന്റ് ആണെങ്കിൽ നമുക്ക് അടുത്ത് ചെല്ലുമ്പോഴല്ലേ കാണാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിനകത്ത് പറഞ്ഞത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ആക്റ്റീവ് വിഷ്വൽ വാർണിങ്സും അതുപോലെ തന്നെ ഓഡിബിൾ വാർണിങ്സും. ഓക്കെ, അതിൽ നമുക്ക് നോക്കാം എന്താണ് പാസീവ്. നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചിരുന്നു കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ആംബുലൻസിന്റെ ഫ്രണ്ടിൽ വിപരീത ദിശയിലാണ് ആംബുലൻസ് എന്ന് എഴുതാം. അതെന്തിനാണ് അങ്ങനെ വിപരീത ദിശയിൽ നമ്മൾ എഴുതുന്നത്? അതായത് മുന്നിലെ വാഹനങ്ങളിൽ പോകുന്ന ഡ്രൈവർമാർക്ക് അവരുടെ റിയർ വ്യൂ മിറർ നോക്കി കഴിയുമ്പോൾ കറക്റ്റ് ആയിട്ട് അവർക്ക് കാണാനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അതും എന്തിൽ പെടുന്നതാണ്? പാസീവ് വിഷ്വൽ വാർണിങ്സിൽ പെടുന്നതാണ്. ഓക്കെ ആണല്ലോ, ശരി. നെക്സ്റ്റ് വരുന്നതാണ് ആക്റ്റീവ് വിഷ്വൽ വാർണിങ്സ്. അപ്പൊ നോക്കുക എന്താണ് ആക്റ്റീവ് വിഷ്വൽ വാർണിങ്സ് എന്ന് പറയുന്നത്. നമുക്കൊന്ന് ജസ്റ്റ് വായിക്കാം. യൂഷ്വലി ദ വിഷ്വൽ സിഗ്നൽസ് ഫോർ ദ ടാസ്ക് ആർ ഇൻ ദ ഷേപ്പ് ഓഫ് ഫ്ലാഷിംഗ് ലൈറ്റ്. അപ്പൊ ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ് എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഫ്ലാഷിംഗ് ലൈറ്റ് ആണ് അല്ലെ. ലൈറ്റ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്കുക. These flash in order to attract the attention of other road users as the ambulance approaches. അതായത് ഈ ആംബുലൻസ് അപ്രോച്ച് ചെയ്യുന്ന സമയങ്ങളിൽ മറ്റു റോഡ് ഉപയോക്താക്കളുടെ ശ്രദ്ധ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഇത്തരത്തിലുള്ള ഫ്ലാഷിംഗ് ലൈറ്റ് ഉപയോഗിക്കുന്നത് അല്ലെ. നമ്മൾ റോഡിൽ കൂടെ പോകുമ്പോൾ കാണുന്ന കാഴ്ചയാണ് അല്ലെ. അത് മാത്രമല്ല, or to provide warning to motorist approaching a stopped ambulance in a ഡേഞ്ചറസ് പൊസിഷൻ ഓൺ ദ റോഡ്. അത് മാത്രമല്ല, നമ്മുടെ റോഡില് ആംബുലൻസിന് നേരെ അല്ലെ അപകടകരമാവുന്ന രീതി എന്ന് ഉദ്ദേശിക്കുന്നത് ആംബുലൻസിന് നേരെ ചെറുപ്പാഞ്ഞു വരുന്നു എന്നുള്ള അർത്ഥമല്ല. ഒരു ആംബുലൻസ് വരുന്ന സമയത്ത് അവിടുത്തെ റോഡിലുള്ള ആൾക്കാർ എന്ത് ചെയ്യണം? അവർക്ക് വഴി മാറി കൊടുക്കണം അല്ലെ. അപ്പൊ അവർക്ക് തെറ്റായ ദിശയിൽ വരുന്ന അത്തരം എന്താ പറയാ മോട്ടോറിസ്റ്റ് അല്ലെ ഇങ്ങനെയുള്ള വാഹന ആളുകളുടെ അവരെ വോൺ ചെയ്യുന്നതിന് കൂടെ മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഇത്തരത്തിലുള്ള ഫ്ലാഷിംഗ് ലൈറ്റുകൾ ഉപയോഗിക്കുന്നത്. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് അല്ലെ. ഇനി അടുത്തത് എന്താണ് പറയുന്നത്? കോമൺ കളേഴ്സ് ഫോർ ആംബുലൻസ് വാർണിംഗ്സ്. വാർണിംഗ് ബീക്കൺസ് ആർ ബ്ലൂ, റെഡ്, ആംബർ ആൻഡ് വൈറ്റ്. വൈറ്റ് എന്ന് പറയുമ്പോൾ ക്ലിയർ. ഓക്കെ,
However, the colors may differ by country. എന്താണ് അവിടെ പറയുന്നത്? സാധാരണയായിട്ട് ആംബുലൻസിൽ ഉപയോഗിക്കുന്ന വാർണിംഗ് ബീക്കൺസിന്റെ കളറുകൾ ഏതൊക്കെയാണ്? ബ്ലൂ കളർ ഉണ്ട്, അതുപോലെ തന്നെ റെഡ് കളർ ഉണ്ട്, പിന്നെ എന്താണ് ആംബർ കളർ, ആംബർ ആൻഡ് വൈറ്റ്. ആംബർ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു തരം ഒരു ഓറഞ്ച്, ബ്രൗണിഷ് ഓറഞ്ച് എന്നൊക്കെ നമുക്ക് പറയാം. അതായത് ചുവപ്പും അല്ല ഓറഞ്ചും അല്ല, അല്ലാത്തൊരു കളറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആംബർ എന്ന് പറയുന്നത്. അതായത് റെഡ്, ബ്ലൂ, ആംബർ. ഓക്കെ, അതായത് ആംബർ പൊതുവെ നമുക്ക് ചുവപ്പ്, പൂർണ്ണമായിട്ട് ചുവപ്പ് എന്ന് പറയാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു കളറാണ് കേട്ടോ ആംബർ കളർ എന്ന് പറയുന്നത്. കടിച്ചു കൊടുത്താൽ കാണാനായിട്ട് പറ്റും ആംബർ കളർ. അതുപോലെ തന്നെ വൈറ്റ് കേട്ടോ, വൈറ്റ് കളറും ഉണ്ടായിരിക്കും. However, the colors may differ by country. പക്ഷെ ഈ കളറുകൾ നമ്മൾ ഓരോ രാജ്യത്തിനനുസരിച്ച് എന്താണ് വ്യത്യാസപ്പെട്ടിരിക്കും. ചില രാജ്യങ്ങളിൽ റെഡ് കളർ ആയിരിക്കും, മറ്റു ചിലയിടത്ത് ബ്ലൂ ആയിരിക്കും, ചിലയിടത്ത് ആംബർ കളർ ആയിരിക്കും. അങ്ങനെ എന്താണ് ഈ പറയുന്ന ബീക്കൺസിന് വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. അത് ഓരോ രാജ്യത്തിനനുസരിച്ചും വ്യത്യാസം ഉണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. ഇതൊക്കെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അടുത്തത്, there are several technologies presently used to achieve the flashing effect. അതൊരു ഫുൾ സ്റ്റോപ്പ് വേണം കേട്ടോ. ഇന്നെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇത്തരം ഫ്ലാഷിംഗ് ഇഫക്റ്റുകൾ ഉണ്ടാക്കാനായിട്ട് ഒരുപാട് നൂതന സാങ്കേതിക വിദ്യകളൊക്കെ ഇന്നത്തെ കാലത്തുണ്ട്. ഓക്കെ, അതിനെ പറ്റിയ ഒരുപാട് ടെക്നോളജീസ് ഒക്കെ ധാരാളമായിട്ടുണ്ട്. ദീസ് ഇൻക്ലൂഡ് ഫ്ലാഷിംഗ് എ ലൈറ്റ് ബൾബ് ഓർ LED. ഇത് സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഈ പറയുന്ന ലൈറ്റിംഗ് ബീക്കൺസ് ആണ് കേട്ടോ പറയുന്നത്. ഒന്നില്ലെങ്കിൽ ഫ്ലാഷിംഗ് ലൈറ്റുകളാണ് നമ്മൾ കാണുന്നത് അല്ലെ. അതുപോലെ LED, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് അല്ലെ, LED. അതുപോലെ തന്നെ ഫ്ലാഷിംഗ് ഓർ റൊട്ടേറ്റിംഗ് ഹാലജൻ. ഹാലജൻ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ഹാലജൻ ഗ്രൂപ്പിൽ പെട്ട കുറെ വാതകങ്ങളുണ്ട്. ഹാലജൻസ് എന്നാണ് കാർബൺ, നിയോൺ, അങ്ങനെയുള്ള സിനോൺ, ക്രിപ്റ്റോൺ, അതൊക്കെ എന്താണ് ഹാലജൻസിൽ പെടുന്ന ഗ്യാസസുകളാണ് കേട്ടോ. അത്തരം ഗ്യാസസുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ലൈറ്റുകൾ. അപ്പൊ നമുക്ക് പല കളറിൽ അത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. മനസ്സിലായോ? റെഡും ബ്ലൂ മാത്രമല്ല, പല കളറിലും നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അത് പെട്ടെന്ന് നമുക്ക് ഈസി വിസിബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഫ്ലാഷിംഗ് ഓർ റൊട്ടേറ്റിംഗ് ഹാലജൻസ്. ഹാലജൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഗ്യാസുകളാണ് കേട്ടോ വാതകം. അതായത് നമ്മുടെ കെമിസ്ട്രിക്കകത്ത് പീരിയോഡിക് ടേബിളിലെ 17ാം ഗ്രൂപ്പിൽ വരുന്ന കുറച്ച് മൂലകങ്ങളാണ് കേട്ടോ ഹാലജൻസ് എന്ന് പറയുന്നത്. അപ്പൊ അത് അങ്ങനെയുള്ള എന്താ പറയാ ഗ്യാസസ് യൂസ് ചെയ്തുകൊണ്ടുള്ള ഫ്ലാഷിംഗ് ലൈറ്റുകളുണ്ട്. അതുപോലെ തന്നെ സ്ട്രോബ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ ആംബുലൻസിന്റെ 4 കോർണറുകളിലായിട്ട് കാണുന്ന ലൈറ്റാണ് സ്ട്രോബ് ലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് ആംബുലൻസിന്റെ 4 കോർണേഴ്സിലായിട്ടും നമ്മൾ കാണുന്ന ആ ലൈറ്റാണ് സ്ട്രോബ് ലൈറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്താണ്? വിച്ച് ആർ കോമൺലി ബ്രൈറ്റർ ദാൻ ഇൻകാൻഡസെന്റ് ലൈറ്റ്. അപ്പൊ അത് സാധാരണ നമ്മുടെ ഇൻകാൻഡസെന്റ് ലൈറ്റുകളെക്കാളും കുറേ കൂടെ ബ്രൈറ്റർ ആണ് കേട്ടോ. ഇൻകാൻഡസെന്റ് ലൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ വീടുകളിലൊക്കെ പണ്ട് ഉപയോഗിച്ചിരുന്ന ബൾബ് കണ്ടിട്ടില്ലേ നിങ്ങളൊരു കുപ്പിയുടെ ഷേപ്പ് പോലത്തെ? അതാണ് ഇൻകാൻഡസെന്റ് ബൾബ്സ് കേട്ടോ. അത്തരം ഇൻകാൻഡസെന്റ് ബൾബുകൾ നൽകുന്നതിനേക്കാൾ കൂടുതൽ പ്രകാശം, ഇന്നിപ്പോ ആരും അത് യൂസ് ചെയ്യുന്നില്ല അല്ലെ, കുറെ കൂടെ പവർ കൺസ്യൂമിംഗ് ആണ് അല്ലെ, ഇതിന് അത്ര വെളിച്ചമില്ല. ഇന്നിപ്പോ അധികം ആളുകൾ എന്താണ് CFL, LED അങ്ങനെയുള്ളതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഇതിനകത്ത് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇൻകാൻഡസെന്റ് ലൈറ്റുകൾ നൽകുന്നതിനേക്കാൾ കൂടുതൽ ബ്രൈറ്റർ ഉള്ള ലൈറ്റ്സ് ആണ് ഈ പറയുന്ന ഇതൊക്കെ നമുക്ക് തരുന്നത്. മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ, ഇനി അടുത്തത് എന്താണ്? So as to increase the safety, it is the best practice to have 360-degree coverage with the active warnings, enhancing the chance of the vehicle being seen from all sides. അപ്പോ തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു ഇൻക്രീസ് ദ സേഫ്റ്റി അല്ല, ആ ഒരു സുരക്ഷിതത്വം ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ട് എല്ലാ വശങ്ങളിൽ നിന്നും വരുന്ന വാഹനങ്ങൾക്ക് കാണുന്നതിന് വേണ്ടിയിട്ട് ഇത്തരം ലൈറ്റുകൾ എങ്ങനെ വേണം ഉപയോഗിക്കാനായിട്ട് 360-degree കവറേജിൽ. അതായത് എല്ലാ വശവും ഒരു 360-degree എന്ന് പറയുമ്പോൾ ഒരു വൃത്തം വരച്ചു കഴിഞ്ഞാൽ ആ വൃത്തത്തിന് മൊത്തം എത്രയാണ്? 360-degree ആംഗിൾ എന്ന് പറയുന്നത്. അത് മൊത്തം ഒരു വട്ടം പോലെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 360 കവറേജ് ലഭിക്കാൻ പാകമാകുന്ന രീതിയിൽ വേണം ആ ലൈറ്റുകൾ അവിടെ ഉണ്ടായിരിക്കേണ്ടത്. ഇതിനു വേണ്ടിയിട്ടാണ് എല്ലാ വശങ്ങളിൽ നിന്നും വരുന്ന വാഹനങ്ങൾക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് പറ്റണം. ഓക്കെ, അല്ലെങ്കിൽ എന്തുണ്ടാവും? ഒരു സൈഡ് മാത്രമാണെങ്കിൽ അവിടെ നിന്നുള്ള വാഹനങ്ങൾക്ക് മാത്രമേ അവരെ കാണുന്നുള്ളൂ. അപ്പൊ എല്ലാ സൈഡിലേക്കും കാണാനായിട്ടാണ് 360-degree കവറേജ് അവിടെ കൊടുക്കുന്നത്.
മനസ്സിലായോ പറഞ്ഞത്? ഇത്രയുമാണ് ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ്സ്. അപ്പൊ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ പാസീവ് എന്ന് പറയുമ്പോൾ സിമ്പലുകൾ, അതുപോലെ തന്നെ റിപ്രോ റിഫ്ലക്റ്റീവ് സ്ട്രിപ്സുകളൊക്കെയാണ്. അതുപോലെ ആംബുലൻസുകൾ നമ്മൾ ഒരു വിപരീത ദിശയിൽ എഴുതുന്നതൊക്കെ എന്താണ്? പാസീവ് വിഷ്വൽ വാർണിംഗ്സ് ആണ്. ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ്സ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഫ്ലാഷിംഗ് ലൈറ്റുകളാണ് കേട്ടോ അവിടെ ഉദ്ദേശിക്കുന്നത്. ഫ്ലാഷിംഗ് ലൈറ്റുകളാണ്. അപ്പൊ അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇന്നത്തെ കാലത്ത് LED ഉപയോഗിക്കുന്നുണ്ട്, ഫ്ലാഷിംഗ് ഓർ റൊട്ടേറ്റിംഗ് ഹാലജൻസ് ഉപയോഗിക്കുന്നുണ്ട്, സ്ട്രോബ് ലൈറ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെയാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് എങ്ങനെ ഉപയോഗിക്കണം? ഇത്തരം ലൈറ്റുകൾ ഒരു 360 ഡിഗ്രി കവറേജ് വരുന്ന രീതിയിൽ വേണം ഇത്തരം ലൈറ്റുകൾ നമ്മൾ ഉപയോഗപ്പെടുത്താനായിട്ട്. എന്നാൽ മാത്രമാണ് എല്ലാ വശങ്ങളിൽ നിന്നും വരുന്ന വാഹനങ്ങൾക്ക് അവരെ കാണാനായിട്ട് സാധിക്കും. മനസ്സിലായല്ലോ പറഞ്ഞത്? ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലെ? ഓക്കെ, അപ്പൊ അത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഓഡിബിൾ വാണിംഗ് ആണ് കേട്ടോ. എന്താണ്? ഓഡിബിൾ വാണിംഗ് ആണ് എന്ന് വെച്ചാൽ നമുക്ക് കേൾക്കാൻ പറ്റുന്ന തരത്തിലുള്ള വാണിംഗ്സ്. അപ്പൊ എന്തായിരിക്കും അത്? ഓഡിബിൾ വാണിംഗ്സ് എന്തായിരിക്കും? നിങ്ങൾ തന്നെ പറയൂ. എന്തായിരിക്കും ഓഡിബിൾ വാണിംഗ്സ്? പറയൂ, വേഗം പറയൂ. ഓഡിബിൾ വാണിംഗ്സ് എന്താണ്? ഹോൺ. ഓക്കെ, ഹോൺ പറഞ്ഞു. സൈറൺ, അത് തന്നെ അഭിരാമി, കറക്റ്റ് ആണ്. സൈറൺ ആണ് കേട്ടോ. സൈറണുകളായിരിക്കും ഓഡിബിൾ വാണിംഗ്സിനകത്ത് വരുന്നത്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ. Besides the visual warnings, the ambulances can be equipped with the audible warnings. അപ്പൊ നമ്മൾ ഈ പറയുന്ന വിഷ്വൽ വാർണിംഗ്സിന് പുറമെ ഓഡിബിൾ വാർണിംഗ്സ് നമ്മൾ എന്തിൽ ഉപയോഗിക്കുന്നുണ്ട്? ആംബുലൻസിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. സംടൈംസ് നോൺ ആസ് സൈറൻ, അല്ലെ? സൈറൻ ആണ് യൂസ് ചെയ്യുന്നത്. വിച്ച് ക്യാൻ അലർട്ട് ദ പീപ്പിൾ ആൻഡ് വെഹിക്കിൾസ് ടു ദി പ്രസൻസ് ഓഫ് ആൻ ആംബുലൻസ് ബിഫോർ ദേ ക്യാൻ ബി സീൻ. എന്തിനാണ് നമ്മൾ ഇത്തരം സൈറൻസ് ഒക്കെ യൂസ് ചെയ്യുന്നത്? ആംബുലൻസ് വരുന്നതിന് മുൻപ് തന്നെ ആളുകൾക്ക് എന്ത് കിട്ടണം? മുന്നറിയിപ്പ് കിട്ടണം, അല്ലെ? എന്നാൽ മാത്രമാണ് അവർക്ക് അതിനനുസരിച്ച് റോഡിലെ സ്ഥലവും കാര്യങ്ങളൊക്കെ മാറ്റി വെക്കാനായിട്ട് പറ്റുള്ളൂ, അല്ലെ? മുൻകൂട്ടി തന്നെ അറിയണം. അതിന് വേണ്ടിയിട്ടാണ് ഇത്തരം സൈറനുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ദ ഫസ്റ്റ് ഹിയറബിൾ വാർണിംഗ്സ് വർ മെക്കാനിക്കൽ ബെൽസ് mounted to either the front of the roof of the ambulance. അതൊന്ന് അണ്ടർലൈൻ ചെയ്തില്ല കേട്ടോ. ഫസ്റ്റ് ഹിയറബിൾ വാർണിംഗ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെക്കാനിക്കൽ ബെൽസുകളാണ്, അല്ലെ? അതായത് പണ്ട് കാലങ്ങളിൽ, പണ്ടത്തെ സിനിമയിലൊക്കെ കാണാനായിട്ട് പറ്റും, പണ്ട് ഇത്തരത്തിൽ സൈറണുകൾ ഇല്ല. പിന്നെ എന്താണ്? ബെല്ലുകൾ കെട്ടിത്തൂക്കുമായിരുന്നു. ഓക്കെ, ഈ ബെല്ലുകൾ കെട്ടിത്തൂക്കുമ്പോൾ ഇത് ഈ പറയുന്ന ആംബുലൻസിന്റെ റൂഫില് രണ്ട് ഭാഗത്തുമായിട്ട് ഈ ബെല്ലുകൾ കെട്ടിയിടും. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ ബെല്ലടി ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ആംബുലൻസ് വരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതൊന്ന് അണ്ടർലൈൻ ചെയ്തിടാം കേട്ടോ. ദ ഫസ്റ്റ് ഹിയറബിൾ വാർണിംഗ്സ് ഏതാണെന്ന് വെച്ചാൽ പറയണം മെക്കാനിക്കൽ ബെൽസ് ആയിരുന്നു അന്ന് കാലത്ത് ഉണ്ടായിരുന്നത്. ഓക്കെ, ഇനി നോക്കൂ. The most modern ambulances are now equipped with electronic sirens, which produce a range of different noises which ambulance operators can use to attract more attention to themselves, especially when advancing through an intersection or in heavy traffic. എന്താണ് പറയുന്നത്? ഇന്നിപ്പോ മോഡേൺ ആംബുലൻസിൽ എന്താണ്? ഇലക്ട്രോണിക് സൈറനുകളാണ് ഇന്നത്തെ ആംബുലൻസിനകത്ത് യൂസ് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ അതെന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് ദ റേഞ്ച് ഓഫ് ഡിഫറെന്റ് നോയ്സസ്. അതായത് പല റേഞ്ചിലുള്ള ശബ്ദങ്ങൾ അവർക്ക് പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കും. കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഈ ആംബുലൻസ് ഓപ്പറേറ്റർ ആണ്, അല്ലെ? ആംബുലൻസ് ഓപ്പറേറ്റർ അതിന്റെ ഡ്രൈവർ ആയിരിക്കും എന്ത് ചെയ്യുക? ആ ഒരു സൈറനെ കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ പറയുന്നുണ്ട് റേഞ്ച് ഓഫ് ഡിഫറെന്റ് നോയ്സ്. അപ്പൊ പലതരത്തിലുള്ള പല റേഞ്ചിലുള്ള നോയ്സിനാണ് ഒരേ സൗണ്ട് തന്നെ, പക്ഷെ നമുക്ക് അതിന്റെ തീവ്രത വേണമെങ്കിൽ കുറയ്ക്കാം, തീവ്രത കൂട്ടാം, അല്ലെ? അപ്പൊ എമർജൻസി സിറ്റുവേഷൻ ആണെങ്കിൽ കുറേയും കൂടെ ഫ്രീക്വൻസിയിൽ, ഹൈ ഇന്റൻസിറ്റിയിൽ അത്തരം സൈറനുകൾ നമുക്ക് ഉപയോഗപ്പെടുത്താം. ഇനി അതല്ല, അത്ര ക്രിട്ടിക്കൽ ആയിട്ടല്ലാത്ത സ്റ്റേജുകളിലാണെങ്കിൽ നമുക്ക് ആ ഒരു ഇന്റൻസിറ്റി അല്ലെങ്കിൽ തീവ്രത കുറച്ച് നമുക്ക് സൈറൻസ് ഉപയോഗിക്കാം. അപ്പൊ അത് ആ സിറ്റുവേഷൻ അനുസരിച്ച് ഉപയോഗപ്പെടുത്തുന്നത് ആരായിരിക്കും? അവിടുത്തെ ആംബുലൻസ് ഓപ്പറേറ്റേഴ്സ് ആയിരിക്കും. ാണ് അവിടെ പറയുന്നത് കേട്ടോ. ഇറ്റ് പ്രൊഡ്യൂസ് എ റേഞ്ച് ഓഫ് ഡിഫറെന്റ് നോയ്സസ് വിച്ച് ആംബുലൻസ് ഓപ്പറേറ്റേഴ്സ് ക്യാൻ യൂസ് ടു അട്രാക്ട് ദ മോർ അറ്റൻഷൻ ടു ദംസെൽവ്സ്, especially when advancing through an intersection or in heavy traffic. Intersection എന്ന് പറഞ്ഞാൽ എന്താണ്? കവലയാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെ? ഇപ്പൊ നാലും കൂടിയ സ്ഥലം, അവിടെ ഭയങ്കര ട്രാഫിക് കൺജക്ഷൻ ഉണ്ടെന്ന് വെച്ചാൽ അത്തരം സ്ഥലങ്ങളിൽ എത്തുമ്പോൾ എന്ത് ചെയ്യണം? കുറെ കൂടി ഇന്റൻസിറ്റി ഉള്ള ഹൈ ഫ്രീക്വൻസി സൈറൻ കേൾക്കേണ്ടതായിട്ട് വരും, അല്ലെ? അതുപോലെ തന്നെ ഹെവി ട്രാഫിക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? കുറെ കൂടി ഹൈ റേഞ്ചിലുള്ള സൈറൻസ് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അത് മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത് ആംബുലൻസ് ഓപ്പറേറ്റർ ആയിരിക്കും. ഓക്കെ, ഇനി നോക്കാം. എ ന്യൂ ഡെവലപ്മെന്റ് ഈസ് ദ യൂസ് ഓഫ് ദ RDS. RDSന്റെ ഫുൾ ഫോം നിങ്ങൾ പഠിച്ചു വെക്കുന്നു കേട്ടോ. എന്താണ് RDSന്റെ ഫുൾ ഫോം? റേഡിയോ ഡാറ്റ സിസ്റ്റം.
ഇതാണ് റേഡിയോ ഡാറ്റ സിസ്റ്റം ഓഫ് കാർ റെഡ്യൂസർ. അപ്പൊ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കാറിലൊക്കെ ഉപയോഗിക്കുന്ന റേഡിയോ ഡാറ്റ സിസ്റ്റംസ് ആണ് ഇപ്പോഴത്തെ ആംബുലൻസുകളിൽ ഉപയോഗപ്പെടുത്തുന്നത്. മനസ്സിലായോ? അപ്പൊ അതൊരു പുതിയൊരു എക്യുപ്മെന്റ് ആണ് RDS, റേഡിയോ ഡാറ്റ സിസ്റ്റം. അതിനൊരു പ്രത്യേകതയുണ്ട്. ഈ റേഡിയോ ഡാറ്റ സിസ്റ്റം നമ്മൾ ആംബുലൻസിൽ ഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇതേ RDS ഘടിപ്പിച്ച മറ്റു വാഹനങ്ങൾ വരുമ്പോൾ ഒരേ റേഞ്ചിൽ വരികയാണ്, സിഗ്നൽസ് ഒക്കെ ഒരേ റേഞ്ചിലൊക്കെ വരും. അങ്ങനെ വരുമ്പോൾ RDS ഘടിപ്പിച്ചിട്ടുണ്ട് ഒരു ആംബുലൻസ് വരുമ്പോൾ എമർജൻസി സിറ്റുവേഷനിൽ വരുന്ന സമയത്ത് ഈ RDS ഘടിപ്പിച്ച മറ്റു വാഹനങ്ങളുമായിട്ട് പെട്ടെന്ന് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്, ആ ഒരു മെസ്സേജ് എളുപ്പം പാസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അതാണ് ആ ഒരു ഒരേ റേഞ്ചിലുള്ള സിഗ്നൽസുകളായിരിക്കും അപ്പൊ പോകുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ഇത് RDS എന്ന് പറയുന്നത് കേട്ടോ. റേഡിയോ ഡാറ്റ സിസ്റ്റം എന്ന് പറയുന്ന ഏറ്റവും നൂതനമായിട്ടുള്ള ഒരു സംവിധാനമാണ് ഇന്നത്തെ ആംബുലൻസുകളിൽ ഉപയോഗപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ വേറൊരു സംഭവമാണ് FM ട്രാൻസ്മിറ്ററുകൾ കേട്ടോ. നോക്കുക, ദ ആംബുലൻസ് ഈസ് equipped with a short range FM transmitter which formulates the radio of all cars within the range. അതായത് ഒരേ റേഞ്ചിലുള്ള തരംഗങ്ങളെ ഇതാക്കാൻ വേണ്ടിയിട്ടാണ്, എന്താണ് അതിനെ ക്യുമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് FM ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത്. അപ്പൊ അത്തരം ഉപകരണങ്ങളും ഇപ്പൊ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്, ആംബുലൻസിനടുത്ത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. RDS സിസ്റ്റം, FM ട്രാൻസ്മിറ്ററുകളൊക്കെയാണ് ഇന്ന് കൂടുതൽ. വെച്ചാൽ അതേ റേഞ്ചിൽ വരുന്ന വാഹനങ്ങൾ അതേ ഫ്രീക്വൻസിയിൽ വരുമ്പോൾ മറ്റുള്ള വാഹനങ്ങൾക്ക് പെട്ടെന്ന് ഈ ഒരു സൈറൺ കേൾക്കാനും പെട്ടെന്ന് ആ ഒരു കമ്മ്യൂണിക്കേഷൻ പാസ് ചെയ്യാനും സാധിക്കും. അതിനനുസരിച്ചുകൊണ്ട് തന്നെ നമുക്ക് വണ്ടികളെ മാറ്റി നിർത്താനൊക്കെ പറ്റും. പ്രത്യേകിച്ച് ഇപ്പൊ നമ്മൾക്കറിയാം, ഹൃദയ ശസ്ത്രക്രിയയൊക്കെ നടത്തുമ്പോൾ ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഹാർട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. എന്ന് വെച്ചാൽ നമ്മുടെ ഓരോ സെക്കൻഡും വളരെ വിലപ്പെട്ടതാണ് അല്ലെ. അത്രയും പ്ലാനിങ്ങോട് കൂടി മാത്രമാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആംബുലൻസിൽ പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അവിടെയൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് ഈ റേഡിയോ ഡാറ്റ സിസ്റ്റം, FM ട്രാൻസ്മിറ്റർ. മുൻകൂട്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു മെസ്സേജസ് കൺവേ ചെയ്തുകൊണ്ട് അതിനനുസരിച്ച് അവരുടെ വേ ക്ലിയർ ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കും. ഓക്കെ, ഇത്രയാണ് നമ്മൾ പഠിച്ച വാർണിംഗ്സ്, മുന്നറിയിപ്പുകൾ അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞു ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ്സ് ഉണ്ട്, പാസീവ് വിഷ്വൽ വാർണിംഗ്സ് ഉണ്ട്, ഓഡിബിൾ വാർണിംഗ്സ് ഉണ്ട്. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് ഇത്രയും ആംബുലൻസ് സർവീസ് നമുക്ക് പഠിച്ചാൽ മതി. ഇനി നമുക്ക് ഒരു ബ്ലഡ് ബാങ്കിൽ നിന്നും അതുപോലെ തന്നെ ഡയാലിസിസും ഒക്കെ നമ്മൾ എടുത്ത ചാപ്റ്റേഴ്സ് ആണ് അല്ലെ. അതിൽ നിന്ന് വന്ന് കുറച്ച് മുൻവർഷ ക്വസ്റ്റ്യൻസുകൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് ഇനി അത് ചെയ്യാം കേട്ടോ. നിങ്ങൾ തന്നെ മാക്സിമം ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ആദ്യം നമുക്ക് ബ്ലഡ് ബാങ്കിൽ തന്നെ തുടങ്ങാം. ഞാൻ സാധാരണ നിങ്ങളോട് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാറില്ല, നിങ്ങൾ തന്നെ മാക്സിമം ആൻസർ. നിങ്ങൾക്ക് ഓൾറെഡി മോക്ക് ടെസ്റ്റിൽ വന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, മുൻവർഷത്തിൽ വന്നതാണ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹു ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ബ്ലഡ് ബാങ്ക്? ബ്ലഡ് ബാങ്കിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? അറിയാമോ ആർക്കെങ്കിലും? ഹു ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ബ്ലഡ് ബാങ്ക്? ഇനി ഐഡിയ, ബ്ലഡ് ബാങ്കിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ആർക്കെങ്കിലും അറിയാമോ? ആർക്കും അറിയില്ല? ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ ഓപ്ഷൻസ് തരാം. ചരക, ഓപ്ഷൻ എ ചരക, ബി ചാൾസ് റിച്ചാർഡ് ഡ്രൂ, സി വന്നിട്ട് കാൾ ലാൻഡ്സ്റ്റീനർ, ഡി നൺ ഓഫ് ദി അബോവ്. എന്തായിരിക്കും ആൻസർ? ഒന്ന് പറയാമോ? ഓക്കെ, ബി. ആരാണ് പറഞ്ഞത്? ലിച്ചിയാണ് അല്ലെ പറഞ്ഞത്. ഓക്കെ, ചാൾസ് റിച്ചാർഡ് ഡ്രൂ കറക്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഹു ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ബ്ലഡ് ബാങ്ക്? ഫൈനൽ എക്സാമിന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതെന്ന് പറഞ്ഞതല്ല, നോട്ട് ചെയ്യുന്നല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, അതുകൊണ്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ബ്ലഡ് ബാങ്കിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ചാൾസ് റിച്ചാർഡ് ഡ്രൂ ആണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ അറിയാത്തവര് ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചു. കാരണം ഈ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴെങ്കിലും റിപ്പീറ്റ് ചെയ്ത് വരികയാണെങ്കിൽ ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. Who is known as the father of blood bank? ആൻസർ ചാൾസ് റിച്ചാർഡ് ഡ്രൂ. സ്പെൽ ചെയ്യണോ അത്? ചാൾസ്, CHA, ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. CHARLE അപ്പോസ്ട്രോഫി എസ് കേട്ടോ, മുകളിലൊരു കോമ ഇട്ടിട്ട് എസ് അല്ല. ചാൾസ് റിച്ചാർഡ്, RICHARD, റിച്ചാർഡ് ഡ്രൂ, DREW കേട്ടോ, ഡ്രൂ.
ഓക്കെ, കിട്ടിയല്ലോ. ചാൾസ് റിച്ചാർഡ് ഡ്രീം. അടുത്ത ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. The study of disease is known as. The study of disease is known as. Option A. Okay, correct. Pathology. എല്ലാവരും ആൻസർ പറഞ്ഞു. ഓക്കെ കേട്ടാ, കറക്റ്റ് ആണ് കേട്ടാ. ഹാരോൺ, അഭിരാമി, നിമ്മി, അനീസ, അനു, ആര്യ, ദിവ്യ, നിജി, സുഷ, അഞ്ജു, ചാന്ദിനി, കറക്റ്റ് ആണ് കേട്ടാ. കരോലിൻ ജോജി, ഓക്കെ. ചിഞ്ചു, കറക്റ്റ് ആണ് കേട്ടാ. പാത്തോളജി ആണ് കേട്ടാ, കറക്റ്റ് ആൻസർ ആണ്. അടുത്തത്, an average person carries dash liters of blood. ഒന്ന് പറയാമോ? 5 liters of blood. എത്രയാണ്? 5 liters of blood. അടുത്തത്, ഐഡിയൽ ലൊക്കേഷൻ ഓഫ് ബ്ലഡ് ബാങ്ക് എന്ന് പറഞ്ഞേ. ഐഡിയൽ ലൊക്കേഷൻ ഓഫ് ബ്ലഡ് ബാങ്ക് എന്ന് പറയാമോ? ഐഡിയൽ ലൊക്കേഷൻ ഓഫ് ബ്ലഡ് ബാങ്ക്. എല്ലാരും കറക്റ്റ് ആണ് കേട്ടോ. 5 ലിറ്റർ ആണ്. ഓക്കെ, ഗ്രൗണ്ട് ഫ്ലോർ കറക്റ്റ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാനുള്ള ടൈം കിട്ടണ്ടേ അല്ലേ? ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ചോദിച്ചാ. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. ഗ്രൗണ്ട് ഫ്ലോർ. ഫസ്റ്റ് ഫ്ലോർ അല്ല കേട്ടോ. ബിന്ദുമോൾ ഫസ്റ്റ് ഫ്ലോർ അല്ല, ഗ്രൗണ്ട് ഫ്ലോർ ആണ് കേട്ടോ. കറക്റ്റ് ആൻസർ. പിന്നെ തെറ്റിക്കരുത് കേട്ടോ. ഐഡിയൽ ലൊക്കേഷൻ ഓഫ് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത് ഗ്രൗണ്ട് ഫ്ലോർ ആണ്. കുറെ പേര് സ്പീഡ് കുറയ്ക്കണോ? ഓക്കെ, സ്പീഡ് കുറയ്ക്കാം കേട്ടോ. പെട്ടെന്ന് കിട്ടണില്ല, ഞാൻ പെട്ടെന്ന് പറയുമ്പോ. ഓക്കെ, സ്പീഡ് കുറയ്ക്കാം. ഇനി ഒരു ക്വസ്റ്റ്യൻ കേട്ടോ, ശ്രദ്ധിച്ച് കേട്ടിട്ട് ആൻസർ ചെയ്യണം. കേട്ടോ. ഇൻ എൻ ഓർഗാനോഗ്രാം, ഓൾറെഡി മോക്ക് ടെസ്റ്റിൽ വന്ന ക്വസ്റ്റ്യൻ ആണ്. ഇൻ എൻ ഓർഗാനോഗ്രാം, the one who does not came under the chief of blood transfusion. എന്നോട് ചോദ്യം വായിക്കാണ്. In an organogram, the one who does not എന്നാണ് കേട്ടോ പറഞ്ഞത്. Who does not came under the chief of blood transfusion. Chief of blood transfusionന്റെ താഴെ വരാത്ത ആള് ആരാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് ഇതൊക്കെയാണ്. ഒന്ന്, BTO, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ. 2, ക്വാളിറ്റി മാനേജർ. CHOD. D എന്താണ്? ടെക്നിക്കൽ സൂപ്പർവൈസർ. ഓക്കെ, HOD കറക്റ്റ് ആണ്. നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റിൽ തന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് പറയൂ. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. HOD ആണ്. ഓക്കെ, നീതു, സുഷ, അമ്മു, ഓക്കെ, അച്ചു, കരോളിൻ, രൂഷ, ഓക്കെ, സ്വാതി, റിനി, ക്ലിനി, ഓക്കെ, ചാന്ദിനി, മോനിഷ, ആതിര, കറക്റ്റ് ആണ് കേട്ടോ. പ്രിൻസി, ശ്രീലക്ഷ്മി, എല്ലാവരും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ് കേട്ടോ പറഞ്ഞു. വെരി ഗുഡ്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുകയാണ്. ദ കമ്പോണന്റ് ഓഫ് ദ ബ്ലഡ് ദാറ്റ് ഹെൽപ്പ് ടു റെഗുലേറ്റ് ബ്ലഡ് പ്രഷർ. ചോദ്യം ഒന്നുകൊണ്ട് ശ്രദ്ധിക്കുക കേട്ടോ. ദ കമ്പോണന്റ് ഓഫ് ദ ബ്ലഡ് ദാറ്റ് ഹെൽപ്പ് ടു റെഗുലേറ്റ് ബ്ലഡ് പ്രഷർ. മനസ്സിലായോ? ഓപ്ഷൻസ് RBC, WBC, പ്ലാസ്മ, പ്ലേറ്റ്ലെറ്റ്. ചൈത്ര കറക്റ്റ് ആണ് കേട്ടോ. പ്ലാസ്മ. അഞ്ജലി, വിത്തുപോൾ, ഓക്കെ, പ്ലാസ്മ കറക്റ്റ് ആണ് കേട്ടോ. ജിസ, പ്രിൻസി, അഞ്ജന, മിന, ഓക്കെ, ചിഞ്ചു, മിന്നു, ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. എന്താണ്? അയാൻ, ഓക്കെ, അയാൻ, ശ്രീലക്ഷ്മി, ചാന്ദിനി, അഞ്ജു, ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. ഏതാണ് ഇത്തരം? പ്ലാസ്മയാണ്. കറക്റ്റ് ആണ് കേട്ടോ. അടുത്തത് ക്വസ്റ്റ്യൻ, വൺ മോർ പ്ലീസ്. ഒന്നുകൂടെ ക്വസ്റ്റ്യൻ വായിക്കണോ? ദ കമ്പോണന്റ് ഓഫ് ദ ബ്ലഡ് ദാറ്റ് ഹെൽപ്പ് ടു റെഗുലേറ്റ് ബ്ലഡ് പ്രഷർ. ബ്ലഡ് പ്രഷർ റെഗുലേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ബ്ലഡിലെ കമ്പോണന്റ് ഏതാണ് എന്നാണ് ഞാൻ ചോദിച്ചത്. ഏത് കമ്പോണന്റ് ആണ്? പ്ലാസ്മ. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ദ കമ്പോണന്റ് ഓഫ് ദ ബ്ലഡ് which help to transport the oxygen. ഏതാണ് ഉത്തരം? എന്ന് പറഞ്ഞു. The component of the blood which help to transport the blood. Oxygen. Transport the oxygen. Correct ആണ് കേട്ടോ. ചൈത്ര, മോനിഷ, അഭിരാമി, റിനി, നീതു, ആര്യ, ഹരോൺ, സുഷ, അനു, ഓക്കെ, ജിസ, ബിന്ദുമോൾ, ചാന്ദിനി, മിന്നു, RBC. അഞ്ജലി. ഓക്സിജൻ സംവഹനത്തിന് സഹായിക്കുന്ന ആളെയാണ് ചോദിച്ചത് കേട്ടോ. അഞ്ജലി. ഉത്തരം എന്താണ്? RBC. കറക്റ്റ് ആണ് കേട്ടോ. അഭിരാമി, ദിവ്യ, അൻസു, രൂഷ, പ്രിമി, പ്രിൻസി, ശ്രീലക്ഷ്മി, വർഷ, കരോളിൻ, നസീല, ഓക്കെ. അയാൻ, എന്താണ് ക്വസ്റ്റ്യൻ എന്നോട് പറയണോ? ദ കമ്പോണന്റ് ഓഫ് ദ ബ്ലഡ്
that helps to transport the oxygen. Transport the oxygen. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷന് സഹായിക്കുന്ന കമ്പോണന്റ് ഏതാണ്? ഇതാണ് RBC. Okay, RBC. അടുത്ത ക്വസ്റ്റ്യൻ. Syphilis is caused by the bacteria. Which bacteria? Syphilis is caused by the bacteria. Options വേണമെങ്കിൽ തരാം. Mycobacteria, Treponema pallidum, B option ആണ് ട്ടോ. Treponema pallidum, C Vibrio cholerae, D Streptobacillus. Yes, correct. Treponema pallidum. ഇതാണ് ഉത്തരം. എല്ലാവരും ഓപ്ഷൻ ബി എന്ന് പറഞ്ഞു. പേര് തന്നെ പഠിച്ചു വെക്കണം കേട്ടോ. Treponema pallidum. ഓക്കെ, റിനി കറക്റ്റ് ആണ് കേട്ടോ. എല്ലാവരും പറഞ്ഞ ആൻസർ ശരിയാണ് കേട്ടോ. ഇന്നോ കരോളി എല്ലാവരുടെ പേര് ഞാൻ വായിക്കാം. എല്ലാവരും ആൻസർ കറക്റ്റ് ആണ് കേട്ടോ പറഞ്ഞത്. Treponema pallidum. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വർഷ ക്വസ്റ്റ്യൻ ആണ്. Who is the head of the blood bank manager? Who is the head of the blood bank? ഞാൻ എന്താ ചോദ്യം തെറ്റുമ്പോ അല്ലെ? Who is the head of the blood bank? ബ്ലഡ് ബാങ്കിന്റെ ഹെഡ് ആരാണ് എന്ന് പറഞ്ഞു. യെസ്, നോ മെഡിക്കൽ ഡയറക്ടർ അല്ല കേട്ടോ, MD അല്ല. ആരാണ്? ബ്ലഡ് ബാങ്ക് മാനേജർ ആണ് കേട്ടോ. ഹെഡ് ഓഫ് ദ ബ്ലഡ് ബാങ്ക്. ബ്ലഡ് ബാങ്കിന്റെ ഹെഡ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? ബ്ലഡ് ബാങ്ക് മാനേജർ ആണ് കേട്ടോ. മെഡിക്കൽ ഡയറക്ടർ അല്ല, ബ്ലഡ് ബാങ്ക് മാനേജർ ആണ്. ഓക്കെ ആണോ? കിട്ടിയോ നിങ്ങൾക്ക്? ഇനി വേറൊരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കാം. ഒരു ക്വസ്റ്റ്യൻ അത് എളുപ്പമാണ്, നിങ്ങൾക്ക് കിട്ടും കേട്ടോ. The positive or negative part of the blood is determined by the factor. Which factor? The positive or negative part of the blood. Okay, ഇതാണ് RH factor ആണ്. ഇതാണ് RH factor ആണ്. കിട്ടിയോ? ഓക്കെ, RH factor ആണ്. ഇനി നമ്മള് അപ്പൊ അത് ഓക്കെ ആണ് കേട്ടോ നിങ്ങൾക്ക്. ബ്ലഡ് ബാങ്ക് ഓക്കെ ആണ്. ഇനി നമുക്ക് ഒരു കാര്യം അന്ന് ബ്ലഡ് ബാങ്കിനകത്ത് നിങ്ങളുടെ നോട്ടിൽ തന്നിട്ടില്ല, നമുക്കത് ആവശ്യമില്ല. പക്ഷേ എന്നാലും വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോളൂ. നമ്മൾ ആ ബ്ലഡ് കമ്പാറ്റബിലിറ്റി, കാര്യം അന്ന് നമുക്ക് ടൈം ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഇല്ല, നമ്മുടെ നോട്ടിനകത്തും ഇല്ല. നോട്ടിലുള്ളത് ചോദിക്കുള്ളൂ, അതിൽ നിന്ന് വിട്ടൊരു ക്വസ്റ്റ്യൻസ് ഇതുവരെ വന്നിട്ടില്ല. എന്നാലും വേണമെങ്കിൽ നിങ്ങളുടെ അറിവിലേക്കായിട്ട് നിങ്ങൾ ആ ഒരു ടാബുലാർ കോളം ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചോളൂ. കാര്യം എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അതിന് വല്ല ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ, ഇതുവരെ വന്നിട്ടില്ല, ഇൻ കേസ് ഒരു ക്വസ്റ്റ്യൻ എങ്ങാണ്ട് മുൻ വർഷത്തിൽ വന്നിട്ടുണ്ട്, അപ്പൊ അത് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് ഓർത്തിട്ടാണ് ഞാനൊരു ടാബുലാർ കോളം തരാം. വേറൊന്നുമല്ല, ബ്ലഡ് കമ്പാറ്റബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ഒരു ടാബുലാർ കോളമാണ്. നമ്മൾ ബ്ലഡ് കമ്പാറ്റബിലിറ്റിയെ കുറിച്ച് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക്? എല്ലാവർക്കും എല്ലാ ബ്ലഡും സ്വീകരിക്കാനായിട്ട് പറ്റില്ല അല്ലെ, അതുപോലെ തന്നെ കൊടുക്കാനും പറ്റില്ല. അപ്പൊ അതിന് ചില കണ്ടീഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കമ്പാറ്റബിൾ, ഏതൊക്കെ ബ്ലഡ് ആർക്കൊക്കെ കൊടുക്കാം, ആരിൽ നിന്നുമൊക്കെ നമുക്ക് ബ്ലഡ് സ്വീകരിക്കാം എന്നതിനെ പറ്റിയുള്ള ഒരു ചെറിയ ടാബുലാർ കോൾ. എനിക്ക് തോന്നുന്നു ഇത് നമ്മളൊക്കെ സ്കൂൾ കാലഘട്ടത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട് ഈ ഒരു ടാബുലാർ കോൾ. പക്ഷെ അത് ഒന്ന് വേണമെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചോളൂ, ഞാനതൊന്ന് പറഞ്ഞു തരാം. അപ്പൊ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം, എളുപ്പം ഒന്ന് ശ്രദ്ധിച്ച് കേട്ട് എഴുതാം കേട്ടോ. ഒരു കാര്യം ഞാൻ മുൻകൂട്ടി പറഞ്ഞു തരാം, എന്നിട്ട് നമുക്ക് ആ ഒരു ടാബുലാർ കോളത്തിലേക്ക് പോകാം. ആ ഒരു ഫാക്ട് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, അതൊന്ന് കേൾക്കുക കേട്ടോ. അതായത് നമ്മൾ രക്തം കൊടുക്കുന്ന സമയത്ത് നമുക്കൊരു ഡൗട്ടാണ്, നമ്മുടെ രക്തം ആർക്കൊക്കെ കൊടുക്കാം, ആരിൽ നിന്നുമൊക്കെ നമുക്ക് ബ്ലഡ് സ്വീകരിക്കാം എന്നുള്ളൊരു ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ നമുക്ക് തന്നെ തോന്നാം അല്ലെ. അല്ലെങ്കിൽ നമ്മളോട് ആരെയും ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ അറിയണമല്ലോ. അപ്പൊ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ ഡൊണേറ്റ് ചെയ്യുന്ന കാര്യമാണ് കേട്ടോ പറയുന്നത്, അതായത് കൊടുക്കുന്ന കാര്യമാണ് ആദ്യം ഞാൻ പറയുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കാം, നമ്മൾ ഒരാൾക്ക് രക്തം കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട, നമ്മൾ ഒരാൾക്ക് രക്തം കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ആന്റിജൻ ഉള്ളവർക്ക് മാത്രമേ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കൂ. പറഞ്ഞ മനസ്സിലായോ? അതായത് നമ്മൾ ഒരാൾക്ക് ബ്ലഡ് കൊടുക്കുകയാണ്, അപ്പൊ നമ്മുടെ ബ്ലഡിനകത്ത് ഏത് ആന്റിജൻ ആണോ ഉള്ളത് അതേ ആന്റിജൻ ഉള്ളവർക്ക് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബ്ലഡ് കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ.
പറഞ്ഞ മനസ്സിലായാലും നമുക്കറിയാം എ എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പില് എ എന്ന ആന്റിജൻ ആണ്, ബി എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പില് ബി എന്ന ആന്റിജൻ ആണ്, അല്ലെ? എ ബി എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പിനകത്ത് എയും ബിയും എന്ന ആന്റിജൻസ് ഉണ്ടായിരിക്കും, അല്ലെ? ഇനി ആന്റിജൻ ഒന്നുമില്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ആണ് എന്ത്? ഒ ഗ്രൂപ്പ് എന്നുള്ളതും നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചൊരു കാര്യമാണ്, അല്ലെ? ആന്റിജൻസ് ഒന്നുമില്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? അത് ഒ ഗ്രൂപ്പ് ആണ്. ഞാൻ പറഞ്ഞത് ഡൊണേറ്റ് ചെയ്യുന്ന കേസാണ്. നമ്മൾ ഒരാൾക്ക് രക്തം കൊടുക്കുമ്പോൾ നമ്മുടെ സെയിം ആന്റിജൻ ഉള്ളവർക്ക് മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അത് ഡൊണേറ്റ് ചെയ്യുന്ന കാര്യമാണ്. ഇപ്പൊ ഞാൻ എ പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. ഈ പോസിറ്റീവ് നെഗറ്റീവ് അവിടെ ഇരിക്കട്ടെ, ഞാൻ എ ഗ്രൂപ്പിൽ പെടുന്ന ആളാണ്. അപ്പൊ എന്റെ ആന്റിജൻ ഏതാണ്? എ എന്നതാണ് എന്റെ ആന്റിജൻ. അപ്പൊ എന്റെ സെയിം ആന്റിജൻ ഉള്ളവർക്ക് മാത്രമേ എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ എനിക്ക് ആർക്കൊക്കെ കൊടുക്കാൻ പറ്റും? എ ഗ്രൂപ്പുകാർക്ക് കൊടുക്കാൻ പറ്റും, എ ബി ഗ്രൂപ്പുകാർക്കും കൊടുക്കാൻ പറ്റും. ശരിയല്ലേ? കാര്യം എ ഗ്രൂപ്പിന് എ ഉണ്ട്, എ ബിക്ക് അകത്തും എന്തുണ്ട്? എ ആന്റിജൻ ഉണ്ടല്ലോ, എ ആന്റിജൻ ഉണ്ട്, ബി ആന്റിജൻ ഉണ്ട്. പക്ഷെ എന്റെ സെയിം ആന്റിജൻ ഉള്ളവർക്ക് മാത്രമേ എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ എനിക്ക് എ ഗ്രൂപ്പിനും കൊടുക്കാം, ആർക്കും കൊടുക്കാം? എ ബിക്കാർക്കും കൊടുക്കാം. മനസ്സിലായോ ഞാൻ പറഞ്ഞ കാര്യം? ക്ലിയർ ആണോ? ഇതറിഞ്ഞാല് നിങ്ങൾക്ക് തന്നെ തന്നെ ആ ടാബുലർ കോളം തന്നെ ഫില്ല് ചെയ്യാൻ പറ്റും. തന്നെ ഫില്ല് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ അത് ഡൊണേറ്റ് ചെയ്യുന്ന കേസാണ് ഞാൻ പറഞ്ഞത്. ഇനി നമ്മൾ ബ്ലഡ് ആക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത്, ഓക്കെ, നമ്മൾ ബ്ലഡ് സ്വീകരിക്കുന്ന സമയത്താണെങ്കിൽ എന്റെ ആന്റിജൻ ഉള്ള വ്യക്തിയിൽ നിന്നും ശ്രദ്ധിക്കാട്ടെ. അപ്പൊ ഞാൻ എ ഗ്രൂപ്പ് ആണല്ലോ, അപ്പൊ എനിക്ക് ആരിൽ നിന്നും സ്വീകരിക്കാം? അപ്പൊ എന്റെ ആന്റിജൻ ഉള്ളവരിൽ നിന്നും എനിക്ക് സ്വീകരിക്കാം, ആന്റിജൻസ് ഒന്നുമില്ലാത്തവരിൽ നിന്നും സ്വീകരിക്കാം. മനസ്സിലായോ പറഞ്ഞത്? സ്വീകരിക്കുന്ന കാര്യത്തിൽ എന്താണ്? എന്റെ ആന്റിജൻ ഉള്ളവരിൽ നിന്നും എനിക്ക് സ്വീകരിക്കാം. അത് മാത്രമല്ല ആന്റിജൻസ് ഒന്നുമില്ലാത്തതിൽ നിന്നും എനിക്ക് സ്വീകരിക്കാം. ആന്റിജൻസ് ഒന്നുമില്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഏതാണ്? ഒ ഗ്രൂപ്പ് ആണ്, അല്ലെ? ഒ ഗ്രൂപ്പിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്വീകരിക്കാനായിട്ട് സാധിക്കും. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ തിരിച്ചെന്താണ്? ഒ ഗ്രൂപ്പുകാർക്ക് ആർക്ക് വേണമെങ്കിലും കൊടുക്കാൻ പറ്റുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് അത് യൂണിവേഴ്സൽ ഡോണർ ആയത് കേട്ടോ. പറഞ്ഞ് മനസ്സിലായോ? അപ്പൊ ഈ രണ്ട് ഫാക്ടറുകൾ നിങ്ങളുടെ മനസ്സിൽ ഇരിക്കട്ടെ കേട്ടോ. ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയാണ്. നമ്മൾ രക്തം കൊടുക്കുന്ന സമയത്ത് നമ്മുടെ സെയിം ആന്റിജൻ ഉള്ളവർക്ക് മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഇനി സ്വീകരിക്കുന്ന കേസിലാണെങ്കിൽ നമ്മുടെ സെയിം ആന്റിജൻ ഉള്ളവരിൽ നിന്നും അതുപോലെ ആന്റിജൻസ് ഒന്നുമില്ലാത്തവരിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബ്ലഡ് സ്വീകരിക്കാനായിട്ട് സാധിക്കും. ഇതൊന്ന് ജസ്റ്റ് മനസ്സിൽ നിങ്ങൾ വെക്കാം. എന്നിട്ട് നമുക്ക് ആ ഒരു ടാബുലർ കോളത്തിലോട്ട് പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് കേട്ടോ ആദ്യം തന്നെ ഒരു അഞ്ച് കോളം നിങ്ങൾ വരയ്ക്കാം കേട്ടോ. ഒന്ന് ശ്രദ്ധിക്കാം. 5 കോളംസ് നിങ്ങൾ വരയ്ക്കാം. 5 കോളംസ് വരച്ചു. 5 കോളം കേട്ടോ. ഇത് ജസ്റ്റ് ഒരു സ്കെയിൽ ആണെങ്കിൽ നിങ്ങൾ റഫായിട്ട് വരച്ചാൽ മതി. സ്കെയിൽ ഇതൊന്നും വേണമെന്നൊന്നുമില്ല. ഒരു 5 കോളം നിങ്ങൾ വരയ്ക്കാം കേട്ടോ. വരച്ചു എന്ന് വിചാരിക്കും. വരച്ചല്ലോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ കോളം, ഫസ്റ്റ് കോളം ഉണ്ടല്ലോ, ആ കോളത്തിന് ഒരു ഹെഡിങ് നിങ്ങൾ കൊടുത്തോളൂ. ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് ഹെഡിങ് കൊടുത്തോളൂ. ഗ്രൂപ്പ് കേട്ടോ, ഗ്രൂപ്പ്. ഫസ്റ്റ് കോളത്തിന് ഹെഡിങ് കൊടുക്കുക, ഗ്രൂപ്പ്. ഒത്തിരി വലുത് വേണ്ട മോളെ, ഒരു നോർമൽ ലെവലിൽ മതി കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം, ഇതൊന്നും വരയ്ക്കണ്ട. ഒരു കുഞ്ഞു ടാബിൽ അത് വരച്ചാൽ മതി. എന്നാലും 5 കോളം ജസ്റ്റ് ഒന്ന് വരയ്ക്കാം കേട്ടോ. അതിൽ ആദ്യത്തെ കോളത്തിന് ഹെഡിങ് കൊടുക്കുക, ഗ്രൂപ്പ് കേട്ടോ. ഗ്രൂപ്പ് എന്ന് ഹെഡിങ് കൊടുക്കുക. ഓക്കെ. രണ്ടാമത്തെ കോളത്തിന്റെ ഹെഡിങ് ആണ് ആന്റിജൻ. എന്താണ്? ആന്റിജൻ. എഴുതിയല്ലോ? ഓക്കെ. ഇനി മൂന്നാമത്തെ കോളത്തിന്റെ ഹെഡിങ് കൊടുത്തോളൂ, ആന്റിബോഡി. ആന്റിബോഡി എഴുതിയല്ലോ? ഓക്കെ. മലയാളത്തിലായാലും എഴുതി വെച്ചാൽ മതി കേട്ടോ. ഇംഗ്ലീഷിൽ തന്നെ എഴുതാൻ നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് മനസ്സിലായാൽ മതി. നാലാമത്തെ കോളത്തിന് ഹെഡിങ് കൊടുക്കുക, ഡൊണേറ്റഡ് ടു. ഡൊണേറ്റഡ് ടു അങ്ങനെ എഴുതണമെന്നില്ല. അല്ലെങ്കിൽ മലയാളത്തിൽ എഴുതിക്കോ, ആർക്കൊക്കെ കൊടുക്കാം. അങ്ങനെ എഴുതി വെച്ചാലും മതി, നിങ്ങൾക്ക് മനസ്സിലായാൽ മതി. ആർക്കൊക്കെ കൊടുക്കാം, നമ്മുടെ ബ്ലഡ് ആർക്കൊക്കെ കൊടുക്കാം, അങ്ങനെ എഴുതി വെച്ചാൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഡൊണേറ്റഡ് ടു എന്ന് എഴുതി വെച്ചോളൂ. ഇംഗ്ലീഷോ മലയാളോ എന്താന്ന് വെച്ചാൽ ഡൊണേറ്റഡ് ടു എന്ന് എഴുതാം. അത് ഉദ്ദേശിക്കുന്നത് ആർക്കൊക്കെ കൊടുക്കാം എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ. ഇനി അഞ്ചാമത്തെ കോളത്തിന് ഹെഡിങ് കൊടുക്കാം, റിസീവ്ഡ് ഫ്രം. റിസീവ്ഡ് ഫ്രം ആരിൽ നിന്നും സ്വീകരിക്കാം. അങ്ങനെ ആയാലും എഴുതി വെച്ചാൽ മതി കേട്ടോ. ആരിൽ നിന്നും സ്വീകരിക്കാം. നമ്മളെ സംബന്ധിച്ച് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവണം, അത്രേ വേണ്ടൂ കേട്ടോ. റിസീവ്ഡ് ഫ്രം ആരിൽ നിന്നും സ്വീകരിക്കാം. കിട്ടിയ? മൂന്നാമത്തെ കോളാണോ? മൂന്നാമത്തെ കോളത്തിന്റെ ഹെഡിങ് ആന്റിബോഡി. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ കുറെ പറഞ്ഞു പോകുമ്പോ അത് ഇത് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകും. ഞാൻ വളരെ സ്ലോവിലാണ് പറയുന്നത് കേട്ടോ, ശ്രദ്ധിക്കാം.
അപ്പൊ 5 കോളംസ് നമ്മൾ വരച്ചു. ആദ്യത്തെ കോളത്തിന് നമ്മൾ ഹെഡിങ് കൊടുത്തു, ഗ്രൂപ്പ് എന്ന ഹെഡിങ് കൊടുത്തു. രണ്ടാമത്തെ കോളത്തിന്റെ ഹെഡിങ് ആന്റിജൻ കൊടുത്തു. മൂന്നാമത്തെ കോളത്തിന്റെ ഹെഡിങ് ആന്റിബോഡി. നാലാമത്തെ കോളത്തിന്റെ ഹെഡിങ് ഡൊണേറ്റഡ് ടു, അല്ലെങ്കിൽ മലയാളത്തിൽ എഴുതി വെച്ചോളൂ, ആർക്കൊക്കെ കൊടുക്കാം എന്ന് എഴുതി വെച്ചാൽ മതി. അഞ്ചാമത്തെ കോളത്തിന്റെ ഹെഡിങ് റിസീവ്ഡ് ഫ്രം, ആരിൽ നിന്നും സ്വീകരിക്കാം. എഴുതിയല്ലോ? ഓക്കെ, ഹെഡിങ്സ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് പയ്യെ ഫിൽ ചെയ്യാം. നമ്മൾ ഈ പറഞ്ഞ 2 ആശയങ്ങൾ മനസ്സിൽ വെക്കാം, എന്നിട്ട് നമുക്ക് ഫിൽ ചെയ്യാം. നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും, ഞാൻ ഹെൽപ്പ് ചെയ്യാം കേട്ടോ. അപ്പൊ ആദ്യത്തെ ഫസ്റ്റ് കോളം ഗ്രൂപ്പ് കേട്ടോ. ഗ്രൂപ്പില് നിങ്ങൾ എഴുതിക്കോളൂ, താഴേക്ക് എഴുതാം കേട്ടോ, താഴേക്ക് എഴുതാം, ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് എഴുതാം കേട്ടോ. ആദ്യം ഗ്രൂപ്പ് ആണല്ലോ കോളം, അപ്പൊ എഴുതിക്കോളൂ. 4 ഗ്രൂപ്പ് ഉണ്ടല്ലോ, ആ 4 ഗ്രൂപ്പുകളും താഴെ എഴുതിക്കോളൂ. എ ബി എ ബി ഒ എഴുതിയോ നിങ്ങള്? കോളം 1 ആണ് നമ്മൾ പറയണേ. ഗ്രൂപ്പ് എന്ന് എഴുതിയ കോളം അതിൽ താഴേക്ക് എഴുതാട്ടാ. എ ബി എ ബി ഒ 4 ഗ്രൂപ്പ് ആണല്ലോ ഉള്ളത്. ആ 4 ഗ്രൂപ്പ് നമ്മൾ എഴുതി, ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് എഴുതാട്ടാ. എഴുതിയില്ലേ നിങ്ങള്? ഓക്കെ അല്ലേ? എല്ലാവരും എഴുതി. അടുത്തത് രണ്ടാമത്തെ കോളം. രണ്ടാമത്തെ കോളം ആണ് ഇനി നമ്മൾ പറയുന്നത്. അപ്പൊ ആദ്യത്തെ കോളം നമ്മൾ എഴുതി വെച്ചു കേട്ടോ. ഗ്രൂപ്പ് 4 ഗ്രൂപ്പുകൾ എഴുതി വെച്ച് താഴേക്ക് എ എഴുതി, ബി എഴുതി, എ ബി എഴുതി, ഒ എഴുതി. ഓക്കെ ആണല്ലോ? ശരി. ഇനി രണ്ടാമത്തെ കോളത്തിലോട്ട് പോവാണ്. രണ്ടാമത്തെ കോളത്തിന്റെ ഹെഡിങ് എന്താണ്? ആന്റിജൻ ആണല്ലോ. അത് നമുക്കറിയാം, നമ്മൾ പഠിച്ചതാണ്. അപ്പൊ നിങ്ങൾക്ക് തന്നെ എഴുതാം. ആദ്യത്തെ എന്താണ്? എ ഗ്രൂപ്പ് അല്ലെ? ആദ്യത്തെ എ ഗ്രൂപ്പ് ആണല്ലോ. എ ഗ്രൂപ്പിന്റെ ആന്റിജൻ ഏതായിരിക്കും? എ ആയിരിക്കും. അപ്പൊ അതിന്റെ നേരെ എ എഴുതാം കേട്ടോ. മനസ്സിലായ ഞാൻ പറഞ്ഞത്? എ ഗ്രൂപ്പ് ഫസ്റ്റ് കോളം ഉണ്ടല്ലോ, അതിന്റെ നേരെ ആന്റിജൻ എവിടെ എന്തായിരിക്കും? എ ആയിരിക്കും. ബിയുടെ നേരെ എന്ത് എഴുതണം? ബിയുടെ ആന്റിജൻ ഏതായിരിക്കും? ബി തന്നെ ആയിരിക്കും അല്ലെ? ഓക്കെ. ഇനി നമ്മൾ ഒന്നാമത്തെ കോളത്തിൽ എ ബി ഗ്രൂപ്പ് ഇട്ടുണ്ട്, അതിന്റെ ആന്റിജൻസ് ഏതായിരിക്കും? എ കോമ ബി ആയിരിക്കും. കിട്ടുന്നില്ലേ നിങ്ങൾക്ക്? എ കോമ ബി ആയിരിക്കും. എഴുതിയില്ലേ? ഓക്കെ. ഇനി ഒ ഗ്രൂപ്പിന്റെ കറസ്പോണ്ടിങ് ആന്റിജൻസ് ഉണ്ടാവുമോ? ഒ ഗ്രൂപ്പിന് ആന്റിജൻ ഉണ്ടായിരിക്കോ? ആന്റിജൻ ഉണ്ടായിരിക്കോ? ഇല്ല. അപ്പൊ നില്ലെന്ന് എഴുതിക്കോളൂ. നില്ലെന്നോ നോന്നോ ഇല്ലാന്നോ എന്താന്ന് വെച്ചാൽ എഴുതി വെച്ചോ. ഒ ഗ്രൂപ്പിന് എന്തുണ്ടാവില്ല? ആന്റിജൻസ് ഉണ്ടാവില്ല. അതിനൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടും. ആന്റിജൻസ് ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? ഒ ഗ്രൂപ്പ്. ഓക്കെ, കിട്ടിയില്ല? രണ്ടാമത്തെ കോളം ഫില്ലായില്ലേ? ഫില്ലായില്ലേ? ഓക്കെ. അപ്പൊ ഞാൻ രണ്ടാമത്തെ കോളം ജസ്റ്റ് വായിക്കുകയാണ്, താഴേക്ക് വായിക്കുകയാണ്. നിങ്ങൾ എഴുതിയത് കറക്റ്റ് ആണോ നോക്കണം കേട്ടോ. എ ഗ്രൂപ്പിന് കറസ്പോണ്ടിങ് ആന്റിജൻ എ, ബി ഗ്രൂപ്പിന് കറസ്പോണ്ടിങ് ആന്റിജൻ ബി, എ ബി ഗ്രൂപ്പിന് കറസ്പോണ്ടിങ് ആന്റിജൻ എ കോമ ബി. ഒ ഗ്രൂപ്പിന് ആന്റിജൻസ് ഉണ്ടോ? ഇല്ല. നില്ലെന്ന് എഴുതി വെക്കുക കേട്ടോ. അപ്പൊ നമ്മള് രണ്ടാമത്തെ കോളവും നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ ആണല്ലോ? രണ്ടാമത്തെ കോളം ഫില്ല് ചെയ്തു. ഇനി മൂന്നാമത്തെ കോളത്തിലോട്ട് പോവാൻ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് മൂന്നാമത്തെ കോളമാണ് കേട്ടോ. മൂന്നാമത്തെ കോളം നോക്കുക. മൂന്നാമത്തെ കോളത്തിന്റെ ഹെഡിങ് ആന്റിബോഡി ആണല്ലോ. അപ്പൊ നമുക്കറിയാം എ എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പിലെ എ ആന്റിജൻ ആണെങ്കിൽ കറസ്പോണ്ടിങ് ആന്റിബോഡി ഏതായിരിക്കും? ബി ആയിരിക്കും അല്ലെ? കറസ്പോണ്ടിങ് ആന്റിബോഡി വിപരീതമായിരിക്കും, ബി ആയിരിക്കും. അപ്പൊ ഏതാ വരാ? ആന്റിബോഡി അല്ലെ? ആന്റിബോഡിയുടെ മൂന്നാമത്തെ കോളത്തില് എ ഗ്രൂപ്പിന് നേരെ എന്തായിരിക്കും വരാം? ബി ആന്റിബോഡി അല്ലെ? എഴുതി വെക്കാട്ടോ, ബി ആന്റിബോഡി. ഇനി രണ്ടാമത്തത് ബി എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പിന്റെ ആന്റിജൻ ബി ആയിരിക്കും, ആന്റിബോഡി എന്തായിരിക്കും? എ ആയിരിക്കും. കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? എല്ലാവർക്കും കിട്ടുന്നുണ്ടോ? എ ആയിരിക്കും. ഓക്കെ. അടുത്തത് ഓക്കെ. അടുത്തത് ബ്ലഡ് ഗ്രൂപ്പ് എ ബി നമ്മൾ എഴുതിയിട്ടില്ലേ? എ ബി. അതിന് ആന്റിബോഡീസ് ഉണ്ടാവുമോ? ആന്റിബോഡീസ് ഉണ്ടാവുമോ? നിങ്ങൾ പറ. ആന്റിബോഡി ഉണ്ടാവോ? ഇല്ല. നോ ആണ് കേട്ടോ, നില്ലാണ് വരാ കേട്ടോ. ആന്റിബോഡി ഇല്ല, ആന്റിബോഡി ഇല്ല. അപ്പൊ നില്ലെന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. നില്ല, ആന്റിബോഡി. അപ്പൊ അതിൽ നിന്ന് വേറൊരു ക്വസ്റ്റ്യനും കൂടെ നിങ്ങൾക്ക് കിട്ടാണ്. ആന്റിബോഡി ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? എ ബി. 2 ക്വസ്റ്റ്യൻ കിട്ടിയിട്ടാ. ആന്റിജൻസ് ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഒ ഗ്രൂപ്പ്, ആന്റിബോഡി ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? എ ബി. കിട്ടിയില്ലേ നിങ്ങൾക്ക്? ഓക്കെ. എ ബിക്ക് ആന്റിബോഡി ഇല്ലാട്ടാ. എ ബി എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പിന് ആന്റിബോഡി ഇല്ലാട്ടാ. അടുത്തത് ഒ ഗ്രൂപ്പിന്റെ ആന്റിബോഡീസ് ഏതായിരിക്കും? ഒ ഗ്രൂപ്പിന്റെ ആന്റിബോഡീസ് ഏതായിരിക്കും? എയും ബിയും. കറക്റ്റ് ആണ് കേട്ടോ. എ ആൻഡ് ബി, എ ആൻഡ് ബി. എല്ലാവർക്കും കിട്ടുന്നില്ലേ? എ മാത്രമല്ല കേട്ടോ അഭിരാമി. ഒ എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പിന്റെ ആന്റിബോഡി എന്തായിരിക്കും? എയും ബി ആയിരിക്കും, എയും ബി ആയിരിക്കും.
മാറിപ്പോകരുത് കേട്ടോ. അപ്പൊ 3 കോളംസും നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. എല്ലാവർക്കും കിട്ടിയോ? എല്ലാവർക്കും ഓക്കെ ആണോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. നിങ്ങൾ എഴുതി വെക്കുമ്പോ തെറ്റി എഴുതി വെക്കരുത്. ഓക്കെ, കിട്ടി. അപ്പൊ നമ്മൾ 3 കോളം ഫില്ല് ചെയ്തു കേട്ടോ. 3 കോളം ഫില്ല് ചെയ്തു. ഇനി നമ്മള് 4ാമത്തെ കോളത്തിലോട്ട് പോവാണ് കേട്ടോ. 4th കോളത്തിലോട്ട് പോവാണ്. അപ്പൊ ഇനി നമ്മൾ പറഞ്ഞ 2 ഫാക്ട്സ് മനസ്സിൽ വെച്ചിട്ട് തന്നെ നിങ്ങൾ ഫില്ല് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പൊ നോക്കൂ, 4ാമത്തെ കോളത്തിന് നമ്മൾ ഹെഡിങ് കൊടുത്തത് ഡൊണേറ്റഡ് ടു എന്നാണ് കേട്ടോ. ആർക്കൊക്കെ കൊടുക്കാം എന്നാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ആർക്കൊക്കെ ബ്ലഡ് കൊടുക്കാം. അപ്പൊ നമ്മൾ ആദ്യം എഴുതിയ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? എ എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പാണ്. ആണല്ലോ. ആ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള വ്യക്തിക്ക് ആർക്കൊക്കെ ബ്ലഡ് കൊടുക്കാൻ പറ്റും? അപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു, ഡൊണേറ്റ് ചെയ്യുന്ന സമയത്ത് സെയിം ആന്റിജൻ ഉള്ളവർക്ക് മാത്രമേ എന്ത് കൊടുക്കാൻ പറ്റുള്ളൂ? ബ്ലഡ് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അല്ലെ? അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞത്? അപ്പൊ ആർക്കൊക്കെ കൊടുക്കാൻ പറ്റും? എ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളവർക്ക് ആർക്കൊക്കെ കൊടുക്കാൻ പറ്റും? എക്ക് കൊടുക്കാൻ പറ്റും. കറക്റ്റ്. എ ബിക്ക് കൊടുക്കാൻ പറ്റും. ഇനി കറക്റ്റ് ആണ് കേട്ടോ. എക്ക് മാത്രമല്ല കൊടുക്കാൻ പറ്റുക, എക്ക് കൊടുക്കാൻ പറ്റും, എ ബിക്ക് കൊടുക്കാൻ പറ്റും. കാര്യം എ ബിക്ക് അകത്തും എന്ത് ആന്റിജൻ വരുന്നുണ്ട്? ആന്റിജൻ എ വരുന്നില്ലേ? ഇല്ലേ? ആന്റിജൻ എ ഉണ്ട്, ആന്റിജൻ ബി ഉണ്ട്. ആന്റിജൻ എ വരുന്നില്ലേ? അപ്പൊ നമുക്ക് കൊടുക്കാൻ പറ്റും. മനസ്സിലായോ? നമ്മുടെ സെയിം ആന്റിജൻ ഉള്ളവർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ബ്ലഡ് കൊടുക്കാൻ പറ്റും. എക്കാർക്കും കൊടുക്കാം, എ ബിക്കാർക്കും കൊടുക്കാം. ക്ലിയർ ആയാ? അപ്പൊ എ കോമ എ ബി എന്ന് എഴുതി വെക്കാട്ടാ. ഇനിയില്ലേ? ഓക്കെ. ഇനി അടുത്തത് ബ്ലഡ് ഗ്രൂപ്പ് ബി ആണ് കേട്ടോ. ബി ബ്ലഡ് ഗ്രൂപ്പിന്റെയാണ് ഞാൻ പറയുന്നത്. നിങ്ങളൊന്ന് പറഞ്ഞേ, ബി ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ആൾക്കാർക്ക് ആർക്കൊക്കെ കൊടുക്കാൻ പറ്റും? കറക്റ്റ്. നന്ദന, ഹാരൂൺ ആകെ കറക്റ്റ് ആണ് കേട്ടോ. ബിക്കും കൊടുക്കാം, എ ബിക്കും കൊടുക്കാം. കാര്യം ബി ആന്റിജൻ ഉള്ള ബി ഗ്രൂപ്പുകാർക്കും കൊടുക്കാം, എ ബിക്ക് ആന്റിജൻ ബി വരുന്നില്ല, അവർക്കും നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. ബിക്കും കൊടുക്കാം, എ ബിക്കും. കിട്ടിയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ആർക്കെങ്കിലും മിസ്സായിട്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യണം കേട്ടോ. അവർക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം. ഓക്കെ. ഇനി എ ബി എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പ് കേട്ടോ. എ ബി എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പ്, അതിന് നമുക്കറിയാം ആന്റിബോഡീസ് ഒന്നുമില്ലാത്ത ബ്ലഡ് ഗ്രൂപ്പാണ് എ ബി ഗ്രൂപ്പ്, അല്ലെ? അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ആർക്കൊക്കെ കൊടുക്കാൻ പറ്റും? എ ബിക്ക് കൊടുക്കാൻ പറ്റും. ആർക്കേ കൊടുക്കാൻ പറ്റുള്ളൂ? എ ബിക്ക് കൊടുക്കാൻ പറ്റും, അല്ലെ? ഇപ്പൊ എ ബി എന്ന് പറയുമ്പോൾ ആന്റിജൻ എയും ഉണ്ട്, ആന്റിജൻ ബിയും ഉണ്ട്. അപ്പൊ അതേ ആന്റിജൻ ഉള്ളവർക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. എയും ബിയും ഒരുപോലെ വരുന്നത് ആർക്ക് മാത്രമാണ്? എ ബിക്ക് മാത്രമാണ്. അപ്പൊ എ ബിക്ക് മാത്രമല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. രണ്ടുപേരും വേണം ഒരേ സമയം, അല്ലെ? എയും വേണം, ബിയും വേണം. ഉള്ളവർക്കേ കൊടുക്കാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞ് എ ബിക്ക് ആർക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ? എ ബിക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ ആണോ? ഓക്കെ, കിട്ടി. ഇനി അടുത്ത ബ്ലഡ് ഗ്രൂപ്പ് ഒ ആണ് കേട്ടോ. ഒ ബ്ലഡ് ഗ്രൂപ്പാണ്. അപ്പൊ നമ്മൾക്ക് ഒരു കാര്യം നമ്മൾ പഠിച്ചു, ആന്റിജൻസ് ഒന്നുമില്ലാത്ത ബ്ലഡ് ഗ്രൂപ്പാണ് എന്ത്? ഒ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആദ്യം കഴിഞ്ഞ അന്ന് ബ്ലഡ് ബാങ്ക് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞ ആന്റിജൻസ് എന്ന് പറയുന്നത് ശരിക്കും എന്താണെന്ന് പറഞ്ഞത്? ബാക്ടീരിയോ വൈറസോ അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം, അല്ലെ? നമ്മളുടെ പ്രതിരോധ ശക്തിയെ ഉത്തേജിപ്പിക്കുന്ന എന്ത് രാസവസ്തുക്കളെ നമുക്ക് ആന്റിജൻസ് എന്ന് പറയാന്ന് പറഞ്ഞു. അപ്പൊ ആന്റിജൻസ് ഒന്നുമില്ലാത്ത, നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി, ആന്റിജൻസ് ഒന്നുമില്ലാത്ത പ്യുവർ ബ്ലഡ് ആണോ എന്ന് ഓർത്താൽ മതി. അപ്പൊ അങ്ങനെയുള്ള പ്യുവർ ബ്ലഡ് ആവുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ആർക്ക് വേണമെങ്കിലും കൊടുക്കാം, അല്ലെ? ആർക്ക് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. അപ്പൊ ഒ എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പ് ആർക്ക് കൊടുക്കാം? യൂണിവേഴ്സൽ ഡോണർ ആണ്, അല്ലെ? ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. കാര്യം എന്താ? ആന്റിജൻസ് ഒന്നുമില്ല. നമ്മുടെ കയ്യിൽ ഏറ്റവും പ്യുവർ ആയിട്ടുള്ള ഒരു സാധനമാണെങ്കിൽ നമുക്കൊന്നും നോക്കേണ്ട ആവശ്യമില്ല, അല്ലെ? ആർക്ക് വേണമെങ്കിലും അത് എടുത്ത് കൊടുക്കാം എന്ന് ചിന്തിച്ചാൽ മതി. ഒ എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പിനകത്ത് ആന്റിജൻസ് ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ മറ്റുള്ള ഫോറിൻ ഇതൊന്നുമില്ല, വളരെ പ്യുവർ ആണെന്ന് വിചാരിച്ചാൽ മതി. നമ്മുടെ കയ്യിലിരിക്കുന്ന നല്ല സാധനമാകുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഒന്നും നോക്കേണ്ട, ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. അങ്ങനെ ഒന്ന് ചിന്തിച്ചാൽ മതി കേട്ടോ. അപ്പൊ ആർക്കൊക്കെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റും? ഓളിനെ എഴുതിക്കൊള്ളൂ കേട്ടോ. എല്ലാവർക്കും കൊടുക്കാൻ പറ്റും. ഓളിനെ എഴുതിക്കൊള്ളൂ കേട്ടോ. യൂണിവേഴ്സൽ ഡോണർ ആണ് കേട്ടോ. ബ്രാക്കറ്റിൽ എഴുതി വെച്ചോളൂ, യൂണിവേഴ്സൽ ഡോണർ കേട്ടോ. കിട്ടിയില്ലേ നിങ്ങക്ക്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് 5th കോളം കൂടെ ഒന്ന് ഫില്ല് ചെയ്യാം കേട്ടോ. 5th കോളം കൂടെ ഒന്ന് ഫില്ല് ചെയ്ത ആ ടാബുലാർ കോളം, ബ്ലഡ് കമ്പാറ്റബിലിറ്റി, ആ ടാബുലാർ കോളം നമ്മുടെ കംപ്ലീറ്റ് ആവും. 5ാമത്തെ കോളം എന്തായിരുന്നു? ഹെഡിങ് റിസീവ്ഡ് ഫ്രം, അല്ലെ?
ആരിൽ നിന്നുമൊക്കെ സ്വീകരിക്കാം, ആരിൽ നിന്നും നമുക്ക് സ്വീകരിക്കാം. അപ്പൊ സ്വീകരിക്കുന്ന കാര്യം പറഞ്ഞപ്പോ ഞാൻ എന്താ പറഞ്ഞേ, നമ്മൾ രക്തം സ്വീകരിക്കുമ്പോൾ നമ്മുടെ ആന്റിജൻ ഉള്ള വ്യക്തിയിൽ നിന്നും ആന്റിജൻസ് ഒന്നുമില്ലാത്ത വ്യക്തിയിൽ നിന്ന് നമുക്ക് സ്വീകരിക്കാം. അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞത്? നമ്മുടെ ആന്റിജൻ ഉള്ളവരിൽ നിന്ന് സ്വീകരിക്കാം, ആന്റിജൻസും ഒന്നുമില്ലാത്ത വ്യക്തിയിൽ നിന്ന് സ്വീകരിക്കാം. ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, ഓയിൽ നിന്ന് ആർക്ക് വേണമെങ്കിലും സ്വീകരിക്കാം, അല്ലെ? ആന്റിജൻസ് ഒന്നുമില്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ആണ് ഒന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഓ എന്താണ്? ഓയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്വീകരിക്കാൻ പറ്റും, അല്ലെ? ഓക്കെ, അപ്പൊ എഴുതിക്കോളൂ. ആദ്യത്തെ ബ്ലഡ് ഗ്രൂപ്പ് എ ആണല്ലോ. അപ്പൊ എക്ക് ആരിൽ നിന്നും ഒക്കെ സ്വീകരിക്കാം? അയാളുടെ ആന്റിജൻ ഉള്ളവരിൽ നിന്നും മാത്രമേ, മാത്രം എന്നാണ് ഞാൻ പ്രത്യേകം എടുത്ത് പറയാണ് കേട്ടോ, മാത്രം. അപ്പൊ ആരിൽ നിന്നൊക്കെ സ്വീകരിക്കാം? എയിൽ നിന്നും സ്വീകരിക്കാം, ഓയിൽ നിന്നും സ്വീകരിക്കാം, എയിൽ നിന്നും സ്വീകരിക്കാം, ഓയിൽ നിന്നും സ്വീകരിക്കാം. ഓക്കെ, കിട്ടിയാലോ? ഇനി ബി എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പ്, ബി എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പ് അയാൾക്ക് ആരിൽ നിന്നുമൊക്കെ സ്വീകരിക്കാം? മോളെ, എ ബിയിൽ നിന്ന് സ്വീകരിക്കാൻ പറ്റില്ല കേട്ടോ, അതാണ് ഞാൻ പറഞ്ഞത്. അതേ ആന്റിജൻ ഉള്ളവരിൽ നിന്നും മാത്രമേ സ്വീകരിക്കാൻ പറ്റില്ല. എ ബി എന്ന് പറയുമ്പോൾ അവിടെ എന്ത് വരും എന്നറിയാമോ? ഈ ആന്റിജനും കൂടെ വരും, അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും റിയാക്ട് ചെയ്യും കേട്ടോ. അതുകൊണ്ട് എയിൽ നിന്നും ഓയിൽ നിന്നും മാത്രമേ എ ഗ്രൂപ്പിന് സ്വീകരിക്കാനായിട്ട് പറ്റൂ. ഓക്കെ, ബിക്ക് ആരിൽ നിന്നൊക്കെ സ്വീകരിക്കാം? അയാളുടെ ആന്റിജൻ മാത്രമുള്ളവരിൽ നിന്നേ സ്വീകരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ബിയിൽ നിന്ന് സ്വീകരിക്കാം, ഓ പിന്നെ നമ്മൾ പറഞ്ഞ ആന്റിജൻസ് ഒന്നും ഇല്ലാത്തതിൽ നിന്ന് സ്വീകരിക്കാം. അപ്പൊ ബിയും ഓയും ആണ് കേട്ടോ വരിക, ബിയും ഓയും ആണ് വരിക. കിട്ടിയില്ല? അടുത്തത് മൂന്നാമത്തെ ബ്ലഡ് ഗ്രൂപ്പ് എ ബി ആണ് കേട്ടോ, എ ബി ആണ്. അപ്പോ എ ബി എന്ന് പറയുമ്പോ ഒരു കാര്യം നമുക്കറിയാം, ആന്റിബോഡി ഒന്നുമില്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ആണ് എ ബി. ആന്റിബോഡി ഒന്നുമില്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ആണ് എ ബി എന്ന് പറയുന്നത്, അല്ലെ? അപ്പോ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചിന്തിച്ച് ഓർക്കാനായിട്ട് ഞാൻ പറഞ്ഞിരുന്നു, ആന്റിബോഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ആന്റിജനുകൾക്കെതിരെ പ്രതിരോധിക്കുന്ന പ്രോട്ടീനുകളാണ് ആന്റിബോഡി എന്ന്, അല്ലെ? ഞാൻ പറഞ്ഞില്ലേ അന്നത്തെ ക്ലാസ്സിൽ? അതായത് ആന്റിജനുകൾക്കെതിരെ പ്രവർത്തിക്കുന്ന പ്രോട്ടീനുകളെയാണ് നമ്മൾ ആന്റിബോഡി എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഒന്നിങ്ങനെ ചിന്തിച്ചു നോക്കിയേ, നമ്മള് ഇവിടെ അവിടുന്ന് ഒരാൾ വരാൻ നിൽക്കുകയാണ്, നമ്മൾ ഇവിടെ എല്ലാവരും കൂടെ പ്രതിരോധിച്ച് നിൽക്കുകയാണ്, കയ്യിൽ കത്തിയും കുന്തവും ഒക്കെ ആയിട്ട് നിൽക്കുമ്പോ അവർക്ക് ഇങ്ങോട്ട് വരാൻ ധൈര്യം ഉണ്ടാവോ? ഇല്ല. കാര്യം എന്താ? അവരിങ്ങോട്ട് വന്നാൽ നമ്മൾ പ്രതിരോധിക്കുന്ന അറിയാം. അപ്പൊ അങ്ങനെ ഒന്ന് ചിന്തിച്ചേ, എ ബി എന്ന് പറയുന്ന ആന്റിബോഡീസ് ഒന്നുമില്ല. ആന്റിബോഡി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആണ്. ആന്റിജനുകൾക്കെതിരെ പ്രതിരോധിക്കുന്ന രാസവസ്തുക്കളെയാണ് ആന്റിബോഡി. ആന്റിബോഡി ഒന്നും ഇല്ല എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാം? അവിടെ പ്രതിരോധിക്കാൻ ആരും നിൽപ്പില്ല. ധൈര്യമായിട്ട് നമുക്ക് കടന്നു വരാൻ പറ്റും, അല്ലെ? ധൈര്യമായിട്ട് നമുക്ക് ആരിൽ നിന്ന് വേണമെങ്കിലും സ്വീകരിക്കാൻ പറ്റും. ഇവിടെ തടയാൻ ആരുമില്ല. അപ്പൊ ഈ ആരിൽ നിന്ന് നമുക്ക് സ്വീകരിച്ചൂടെ? അങ്ങനെ ചിന്തിക്കാൻ. അപ്പൊ എ ബി എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പ് ആരിൽ നിന്നൊക്കെ സ്വീകരിക്കാം? എല്ലാവരിൽ നിന്നും സ്വീകരിക്കാം. കാര്യം എന്താ? ആന്റിബോഡീസ് ഒന്നുമില്ല, എന്നുവെച്ച് പ്രതിരോധിക്കാൻ ഇവിടെ ആരും നിൽക്കില്ല. ആരിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് സ്വീകരിക്കാം കേട്ടാ. പോളിന് എഴുതിക്കോളൂ കേട്ടാ, എല്ലാവരിൽ നിന്നും സ്വീകരിക്കും. ഓർക്കാൻ വേണ്ടി പറഞ്ഞു തന്നിട്ട് എങ്ങനെയൊക്കെ. അടുത്തത് ഓ ഗ്രൂപ്പ്. ഓ ഗ്രൂപ്പ് ആരിൽ നിന്നും സ്വീകരിക്കാൻ പറ്റും? ഓയിൽ നിന്ന് മാത്രമേ സ്വീകരിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? ഓയിൽ നിന്ന് മാത്രമേ സ്വീകരിക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ആ ടാബുലാർ കോളം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ, എഴുതി വെച്ചാൽ മതി. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് എവിടെയെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ ഇതിൽ നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ആ ഒരു ഇതെന്താണ്? ബ്ലഡ് കമ്പാറ്റബിലിറ്റി ടാബുലാർ കോളാണ് കേട്ടോ. നമുക്ക് ആർക്കൊക്കെ ബ്ലഡ് കൊടുക്കാം, ആർക്കൊക്കെ സ്വീകരിക്കും. ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന 2 ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്. ആന്റിജൻ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഏതാന്ന് ചോദിച്ചാൽ ഓ ഗ്രൂപ്പ് ആണെന്നും, ആന്റിബോഡി ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് എ ബി ആണെന്നുള്ളതും മനസ്സിലാക്കി വെക്കുക കേട്ടോ. എ ബി ആണ്. അപ്പോ ആന്റിജൻ ആന്റിബോഡി കൺസെപ്റ്റ് ക്ലിയർ ആയ ആൾക്ക് പെട്ടെന്ന് ചിന്തിച്ചാൽ കിട്ടും കേട്ടോ. ആന്റിജൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പ്രതിരോധത്തിന് ഉത്തേജിപ്പിക്കുന്ന ആൾക്കാർ, അല്ലെ? അതിനെതിരെ പ്രതികരിക്കുന്ന ആൾക്കാരാണ് ആന്റിജൻ. ആന്റിജനുകൾക്കെതിരെ പ്രതിരോധിക്കുന്ന ആൾക്കാരാണ് ആന്റിബോഡീസ് കേട്ടോ. ആ ഒരു കൺസെപ്റ്റ് എപ്പോഴും മനസ്സിലുണ്ടാക്കി വെക്കാം. ആന്റിജൻ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഓ ഗ്രൂപ്പ് ആണ്, ആന്റിബോഡി ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? എ ബി ആണ് കേട്ടോ. അപ്പൊ ഇങ്ങനെയും ഓർക്കാം നിങ്ങൾക്ക്. ആന്റിബോഡി എന്ന് പറയുമ്പോൾ ആന്റിയുടെ എയും ഉണ്ട്, ബോഡിയുടെ ബിയും ഉണ്ട്. എ ബി അങ്ങനെ കിട്ടും കേട്ടോ, എ ബി എന്ന് കിട്ടും. ആന്റിബോഡി ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ആന്റിബോഡിയിലെ ആന്റിയുടെ എ എടുക്കാം, ബോഡിയുടെ ബി എടുക്കാം. അപ്പൊ എ ബി അതിൽ നിന്ന് എനിക്ക് ആൻസർ കിട്ടും കേട്ടോ. ഓക്കെ, ഓക്കെ ആണല്ലോ. ശരി, അപ്പൊ അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടില്ല. ഒരു ക്വസ്റ്റ്യൻ ഞങ്ങളുടെ മുൻവർഷം തന്നിട്ടുണ്ട്. അതെങ്ങനെ ചോദിക്കാൻ മിസ്സാക്കണ്ട കേട്ടോ. ഇനി നമുക്ക് ഡയാലിസിസിന് 1-2 ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കട്ടോ.
നമ്മള് ഡിപ്പാർട്ട്മെന്റ്സ് കൊടുത്തതാണല്ലോ അല്ലെ? അപ്പൊ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും എനിക്ക് വേണമെങ്കിൽ ചോദിക്കാലോ. നിങ്ങൾക്ക് കിട്ടുമോന്ന് അറിയാം. കിട്ടുന്നുണ്ടോ നോക്ക് കേട്ടോ. ഇത് വായിക്കാണ്. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. കുറച്ച് നാളായില്ലേ, ഇപ്പൊ നിങ്ങൾക്ക് ഓർമ്മ കിട്ടുന്നുണ്ടോ നോക്കാം. ദ മെഡിക്കൽ സ്പെഷ്യാലിറ്റി ഒന്ന് കേൾക്കുക കേട്ടോ. ദ മെഡിക്കൽ സ്പെഷ്യാലിറ്റി ദാറ്റ് ഫോക്കസസ് ഓൺ ദ കെയർ ഓഫ് ഓൾഡർ അഡൾട്ട്. ചോദ്യം കൊണ്ട് റിപ്പീറ്റ് ചെയ്യാണ്. ദ മെഡിക്കൽ സ്പെഷ്യാലിറ്റി ദാറ്റ് ഫോക്കസസ് ഓൺ ദ കെയർ ഓഫ് ഓൾഡർ അഡൾട്ട്. കറക്റ്റ് ആണ് കേട്ടോ അഭിരാമി. ജെറിയാട്രിക് കറക്റ്റ് ആണ്. ശരിയാണ്. റിനി, തിമ്മി, ചാന്ദിനി, ഓക്കെ, ബിന്ദുമോൾ, അഭിരാമി, ദിവ്യ, ഓക്കെ, ചിഞ്ചു കറക്റ്റ് ആണ് കേട്ടോ. ജെറിയാട്രിക് ആണ് കേട്ടോ. നിഷിത, നിഷിത കറക്റ്റ് ആണ് കേട്ടോ. ജെറിയാട്രിക് ആണ്. ക്ലിയർ ആണ് കേട്ടോ. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. പ്രിൻസി, ജിസ, എല്ലാവരുടെ ആൻസർ കറക്റ്റ് ആണ്. വെരി ഗുഡ്. ലിജി ശരി. ആര്യ, സുഷ, ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ജനറൽ മെഡിസിൻ ഈസ് ആൾസോ നോൺ ആസ്. ഒന്ന് പറയാമോ? ജനറൽ മെഡിസിനെ പറയുന്ന മറ്റൊരു പേരൊന്ന് പറയാമോ? ജനറൽ മെഡിസിൻ, ജനറൽ മെഡിസിന് എന്ത് പേര് പറയും? ഓപ്ഷൻസ് വേണമെങ്കിൽ തരാം. എക്സ്റ്റേണൽ മെഡിസിൻ, ഇന്റേണൽ മെഡിസിൻ, എക്ലക്റ്റിക് മെഡിസിൻ, പ്രാക്ടിക്കൽ മെഡിസിൻ. എന്താണ് പറയാ? ഇന്റേണൽ മെഡിസിൻ. കറക്റ്റ് ആണ് കേട്ടോ. ഹരോൺ, ചൈത്ര, ബിജി, ഓക്കെ, നൈനി, നീതു, കറക്റ്റ് ആണ് കേട്ടോ. മോനിഷ, നിഖില, ജിസ, മിന്നു, ഹക്കീം, മഞ്ജലി, സുഷ, അശ്വിനി, ദിവ്യ, മിന, നിച്ചി കറക്റ്റ് ആണ് കേട്ടോ. ഷിസ്നി, ശ്രീപ്രഭ, അഭിരാമി, ബിന്ദുമോൾ കറക്റ്റ് ആണ്. ബ്ലെമി, അഞ്ജലാനും, അബ്ദുൾ സലാം, ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക കേട്ടോ. ഒരു മോഡലാണ്, സിമ്പിൾ ആണ്. ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസ് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നില്ലേ എത്രത്തോളം ഏത് രീതിയിലൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളതിന്റെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. ഇനി വേറൊരു ചോദ്യം ഞാൻ ചോദിക്കാണ്. പേഷ്യൻസ് ശ്രദ്ധിക്കാം കേട്ടോ. പേഷ്യൻസ് ഹു ഹാവ് റീസെന്റ്ലി ലോസ്റ്റ് കിഡ്നി ഫങ്ഷൻസ് ആർ കോൾഡ്. എന്താണ് പറയാ? പേഷ്യൻസ് who have recently lost kidney functions are called ARF. അല്ലെ? ARFന്റെ ഫുൾ RF അല്ല, ARF കേട്ടോ. ARFന്റെ ഫുൾ ഫോം ഒന്ന് പറയാമോ? ARFന്റെ ഫുൾ ഫോം ഒന്ന് എഴുതി നോക്കട്ടെ. ARF കറക്റ്റ്. അക്യൂട്ട് റീനൽ ഫെയിലിയർ. അക്യൂട്ട് റീനൽ ഫെയിലിയർ. ഓക്കെ. അപ്പൊ അതിൽ കുറെ ഷോർട്ട് ഫോംസ് ഉണ്ട് കേട്ടോ. ARF അക്യൂട്ട് റീനൽ ഫെയിലിയർ അല്ലെ? അങ്ങനെ അതുപോലെ തന്നെ ക്രോണിക് റീനൽ ഫെയിലിയർ അല്ലെ? എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസ് അങ്ങനെയൊക്കെ പറയുന്ന കുറെ ടേംസുകൾ അതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഇനി ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. എൻഡ് സ്റ്റേജ് കിഡ്നി ഫെയിലിയർ ഹാപ്പൻസ് when the kidneys are functioning at only -% of their normal function. ഒന്നുകൂടെ പറയാണ്. End stage kidney failure happens. Okay, correct ആണ് കേട്ടോ അഭിരാമി. 10 to 15. ദിവ്യ, അഭിരാമി, അഭിനരന, മോനിഷ, റിനി, നിഥ. കറക്റ്റ് ആണ് കേട്ടോ. 10 to 15% ചുരുങ്ങി പോകുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്? എൻഡ് സ്റ്റേജ് കിഡ്നി ഫെയിലിയർ. അയാൾ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യണോ? ഒന്ന് ശ്രദ്ധിക്കാം. എൻഡ് സ്റ്റേജ് കിഡ്നി ഫെയിലിയർ happens when the kidneys are functioning at only -% of their normal function. സാധാരണ ഫംഗ്ഷനിൽ നിന്നും എത്ര ശതമാനം കുറയുമ്പോഴാണ് നമ്മൾ എൻഡ് സ്റ്റേജ് കിഡ്നി ഫെയിലിയർ എന്ന് പറയുന്നത്? എന്താണ് ഉത്തരം? 10 to 15%. 10 to 15%. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. The blood is purified inside your own body is called. എന്താണ് പറയാ? The blood is purified inside your own body. ഏത് ടൈപ്പ് ഓഫ് ഡയാലിസിസ് ആണത്? HD ആണോ? HD ആണോ അത്? തെറ്റിപ്പോയ ആൻസർ. തെറ്റിപ്പോയി. എന്താണ്? കുറച്ചു പേര് തെറ്റായിട്ടാണ്, കുറെ കറക്റ്റ് ആണ്. പെരിറ്റോണിയൽ ആണ് കേട്ടോ. ചോദ്യം എന്താ ഞാൻ പറഞ്ഞത്? The blood is purified
ഇൻസൈഡ് യുവർ ഓൺ ബോഡി, ശരീരത്തിനകത്ത് വെച്ച് ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്ന പ്രോസസ്സിനെ പെരിറ്റോണിയൽ ഡയാലിസിസ് എന്നാണ് പറയാ അല്ലെ. HDയുടെ എന്താ പ്രത്യേകത? ഹീമോഡൈൻ, അവിടെ ബ്ലഡ് നമ്മൾ വെളിയിലോട്ട് എടുക്കുന്നുണ്ട് അല്ലെ. വെളിയിലോട്ട് എടുത്തിട്ട് മെഷീനിലൂടെ കടത്തി വിട്ടിട്ടാണ് നമ്മൾ പ്യൂരിഫൈ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അത് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ ആണല്ലോ, ശരി. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങള് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരും കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആംബുലൻസ് എടുക്കാം കേട്ടോ. ശരി, എന്നാ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.